അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഒരു യാത്രയുടെ ഭാഗമാണ് SKN ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തിനാണ് ഈ യാത്ര എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ലഹരിക്കെതിരെയാണ്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത യാത്ര എല്ലാ ജില്ലകളും ഇങ്ങനെ പിന്തുടർന്ന് നമ്മളിപ്പോൾ കണ്ണൂരിലെത്തി. ഇന്ന് കണ്ണൂർ ജില്ലയുടെ സമാപനമാണ് നമ്മുടെ നാട്ടിൽ പയ്യന്നൂരിൽ. ഇനി ഇവിടുന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കാസർഗോഡ് നാളെ ഒരു 6ഓളം സ്ഥലങ്ങളിൽ നമുക്കിതുപോലെ പോകാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ 14 ജില്ലകളും കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം കോഴിക്കോട് കടപ്പുറത്ത് വെച്ചാണ് ഇതിൻ്റെ ഒരു മെഗാ സമാപന സമ്മേളനം നടക്കാൻ പോകുന്നത്. അത് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചാണ്. അവിടെ ഒരു 1 ലക്ഷത്തിലധികം ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിലാണ് എല്ലാവരെയും വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നാട്ടുകാരെന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളെല്ലാവരും പയ്യന്നൂരുകാരെല്ലാവരും കോഴിക്കോടേക്ക് വരണം എന്നൊരു അഭ്യർത്ഥനയാണ്. അത് കൂടുതൽ കാര്യമായിട്ട് SKN തന്നെ നിങ്ങളോട് പറയും. എങ്കിലും നാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, എല്ലാവരും കോഴിക്കോട് വരണം. അവിടെ ഒരു വലിയ മഹാപ്രഖ്യാപനം നടക്കാൻ പോവുകയാണ്. നമ്മൾ വാർത്താമുറികളിൽ നിന്നാണ് നിങ്ങളുമായിട്ട് സാധാരണ സംവദിക്കാറുള്ളത്. ഇപ്പോൾ ഹാഷ്മി ആണെങ്കിലും ഞാനാണെങ്കിലും SKN ആണെങ്കിലും വാർത്താമുറികളിൽ നിന്നാണ് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു ഉദ്യമത്തിന്, നമ്മുടെ തൊഴിലല്ല ഇതുപോലെ യാത്രകൾ പോകുക എന്നുള്ളത്, നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ അങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് നമ്മൾ എത്തിച്ചതിന് ഒരു വലിയ കാരണമുണ്ട്. അത് SKN 40 വർഷം മാത്രമല്ല. കാരണം ഓരോ ദിവസവും നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ച വാർത്തകൾ അത്തരത്തിലുള്ളതായിരുന്നു. ഇപ്പോൾ ഹാഷ്മിയൊക്കെ ഒരു ദിവസം ഒരു ബ്രേക്കിംഗ് അവേഴ്സ് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു 2 മണിക്കൂറിൽ 10-15ഓളം കൊലപാതകങ്ങളുടെ വാർത്തകൾ മാത്രം വായിച്ച ദിവസങ്ങളുണ്ട് ഹാഷ്മി. അപ്പം അന്ന് ഞെട്ടിയതാണ്. അതിൽ കഴിഞ്ഞൊരു 3 മാസത്തിനുള്ളിൽ സംഭവിച്ചൊരു 70 കൊലപാതകങ്ങളിൽ 30 കൊലപാതകങ്ങൾക്കും പിന്നിൽ ഈ ലഹരിയുടെ കറുത്ത കൈകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു ബോധവൽക്കരണവും സന്ദേശവും ഒക്കെ നൽകുക എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് വന്നത്. അപ്പോൾ SKN യാത്ര തുടങ്ങുന്ന ദിവസം, അതിന് തൊട്ട് മുമ്പ് തലേന്ന് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം നടത്തിയൊരു അഭിമുഖമുണ്ടായിരുന്നു. ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ഇങ്ങോട്ട് പറഞ്ഞാൽ, നിങ്ങൾ പോകുന്ന സമയങ്ങളിൽ, നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചില ഇൻഫർമേഷൻ ഉണ്ടാവും, അത് നിങ്ങൾ എനിക്ക് തരിക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്തു, SKN ഏറ്റെടുത്തു. അങ്ങനെ ഓരോ ജില്ലകളിൽ നമ്മൾ പോയി നേരിൽ കണ്ട ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് പേരുടെ വെളിപ്പെടുത്തലുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു വലിയ റെക്കോർഡാക്കി, ഒരു ഗവേഷണ പ്രബന്ധമാക്കി നമ്മൾ സൂക്ഷിക്കുകയാണ്. നമ്മൾ ഈ യാത്രയിലുടനീളം നമ്മുടെ കൂടെ 24-ൻ്റെ ഒരു ഗവേഷണ വിഭാഗം യാത്ര ചെയ്യുന്നുണ്ട്. ഓരോ ഇടങ്ങളിലും പോയി ആൾക്കാരെ കണ്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അതെല്ലാം തെളിവുകൾ സഹിതം അത് ക്രോഡീകരിച്ച് ഒരു റെക്കോർഡാക്കി, ഒരു വലിയ റിപ്പോർട്ടാക്കി ഒരു കോൺക്ലേവ് നടത്തി അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇത് കൈമാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ദിവസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി ഹാഷ്മിക്ക് പറയാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പ്രജിനാഥിൻ്റെ യാത്രയുടെ സന്ദേശ ലക്ഷ്യങ്ങൾ പറയുകയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 16-ാം തീയതി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നിന്നാണ്, എന്ന് പറഞ്ഞാൽ എവിടെ നിർഭയമായി ശിരസ്സുയർന്നിരിക്കുന്നു അവിടെയാണ് സ്വതന്ത്രമായ അറിവ് എന്ന് എഴുതിയ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നാമധേയത്തിലുള്ള ടാഗോർ തിയേറ്റർ, തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ യാത്രയാണ്. ആ യാത്ര സാധാരണഗതിയിൽ അത്തരം മെഗാ പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യുക ഏതെങ്കിലും മഹാനടന്മാരോ രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ ആകും. നമ്മുടെ പരിപാടി പക്ഷേ ഉദ്ഘാടനം ചെയ്തത് ഏതെങ്കിലും മഹാനടനോ രാഷ്ട്രീയ നേതാവോ ഒന്നുമല്ല. 100 അമ്മമാരാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മളെ ആശീർവദിച്ചയച്ചത്. 100 അമ്മമാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ അമ്മമാരല്ല. നെഞ്ചിൽ വലിയ മുറിവ്, വലിയ വടുക്കൾ പേറുന്ന, പുത്രദുഃഖത്തിൻ്റെ വേദന പേറുന്ന, തോരാത്ത കണ്ണീര് അല്ലെങ്കിൽ കരഞ്ഞ് കണ്ണീര് വറ്റിപ്പോയ, ജീവിതകാലത്ത് മരിക്കുവോളം ഉള്ള വേദന, ഉറങ്ങാത്ത ആറാത്ത വേദന ഉള്ളിൽ പേറുന്ന ഹൃദയവേദനയിൽ നിന്നാണ് ആ 100 അമ്മമാർ നമ്മുടെ ഈ യാത്രയ്ക്ക് ദീപശിഖ കൊളുത്തി. ആ വേദന പേറുന്ന അമ്മമാരുടെ നെഞ്ചിലെ നീറ്റലിൻ്റെ ആ ദീപശിഖയും എന്തിക്കൊള്ളും നമ്മുടെ ഈ പറയുന്ന യാത്ര. ഇത് 13-ാം ജില്ലത്തിൽ, കഴിഞ്ഞ ഒറ്റ ജില്ല മാത്രമേ ബാക്കിയുള്ളൂ, കാസർഗോഡാണ് ആ ജില്ല. പ്രജിത് നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് SKN എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ 40 വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതം എന്ന് പറഞ്ഞാൽ ഉറപ്പായും ആഘോഷിക്കപ്പെടേണ്ടതാണ്. കാരണം നമ്മളെപ്പോലുള്ള സാധാരണ ഒരു മാധ്യമപ്രവർത്തന ജീവിതമല്ല. വന്ന വഴികളിലൊക്കെ എവിടെയൊക്കെ പ്രവർത്തിച്ചു അവിടെയൊക്കെയും വളരെ പാത്ത് ബ്രേക്കിംഗ് ആയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയ സംഭവബഹുലമായ മാധ്യമപ്രവർത്തനം 40 വർഷങ്ങൾ ഉറപ്പായും ആഘോഷിക്കേണ്ടതാണ്. പക്ഷേ അത് ആഘോഷമാക്കുന്നതിനപ്പുറം സന്ദേശവാഹക യാത്രയാക്കി കേരളം ഉടനീളം ഒരു വിഷയത്തിൽ സഞ്ചരിക്കാമെന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ കാരണങ്ങളുണ്ട്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. പക്ഷേ രാജ്യത്ത് മറ്റൊരു മാധ്യമ സ്ഥാപനം അത്തരം ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് വിഷയം ഏറ്റെടുത്തുകൊണ്ട്, ഒരു കാലത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു സംസ്ഥാനത്തുടനീളം നടന്ന ചരിത്രമില്ല. നേരത്തെ പ്രജിൻ പറഞ്ഞു, ഒരു ദിവസം 10-15 കൊലപാതകങ്ങളുണ്ടായ
അക്കാര്യം 2025 എന്ന് പറയുന്ന പുതിയ വർഷം, ഈ പുതിയ വർഷം പിറന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2024 ഡിസംബർ 31 പുതിയ വർഷം പുലരുന്നതിൻ്റെ 12 മണി ബെല്ലടിച്ചു. 12:10 വരുന്ന ആദ്യ വാർത്ത എന്താണെന്ന് അറിയാവോ? തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് 15ഉം 16ഉം വയസ്സുള്ള 2 കുട്ടികൾ ചേർന്ന് 30 വയസ്സുള്ള ഒരു യുവാവിനെ കുത്തിക്കൊന്നു. ചെയ്ത കുറ്റം എന്താണ്? ഈ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്, എന്തോ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, ബഹളം ഉണ്ടാക്കാതെ എന്ന് 30 വയസ്സുകാരൻ പറഞ്ഞതേ ഉള്ളൂ. കത്തിയെടുത്ത് 2 പേരോട് ചേർന്ന് കുത്തിക്കൊന്നു. അത് കഴിഞ്ഞ് ഈ 4 മാസങ്ങൾ നമ്മൾ കണ്ട ചോരപ്രളയത്തിന് വല്ല കയ്യും കണക്കുമുണ്ടോ? നമ്മൾ താമരശ്ശേരിയിൽ അമ്മയുടെ കഴുത്തറക്കുന്ന മക്കളെ കണ്ടു, അച്ഛനെ കൊല്ലുന്ന മകനെ കണ്ടു, 7 മാസം 8 മാസം ഗർഭിണിയായ സ്വന്തം ചേച്ചിയുടെ വയറു നോക്കി തൊഴിക്കുന്ന സഹോദരനെ കണ്ടു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം സഹോദരിക്ക് MDMA കൊണ്ട് കൊടുക്കുന്ന, അഡിക്റ്റ് ആക്കാൻ ശ്രമിക്കുന്ന സ്വന്തം സഹോദരനെ, +2 പഠിക്കുന്ന സഹോദരനെ കണ്ടു. അങ്ങനെ ഈ വാർത്തകൾ വായിച്ച് കൊലപാതകത്തിൻ്റെ ബ്രൂട്ടാലിറ്റികൾ വായിച്ച് അഫാൻ എന്ന് പറയുന്ന വെഞ്ഞാറമൂട്ടിലുള്ള ആ ചെറുപ്പക്കാരൻ ഏതാനും ഒരു 6 മണിക്കൂറിനുള്ളിൽ 5 മണിക്കൂറിനുള്ളിൽ കൊന്നു തീർത്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഉടുപ്പണിഞ്ഞ് ഹാജരായി. ഞാൻ 5 പേരെ കൊന്നു എന്ന് പറയുമ്പോൾ പോലീസുകാർ ആദ്യം വിശ്വസിച്ചില്ല. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബ്രൂട്ടാലിറ്റിയുടെ പരമാവധി, നിഷ്ഠൂരതയുടെ പരമാവധി. ഈ കൊലപാതകങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ അതിൻ്റെയൊക്കെ കേവലം കൊല്ലാൻ വേണ്ടി കൊല്ലലല്ല, അങ്ങേയറ്റം അഗ്രസീവായ അക്രാമകമായ രീതിയിൽ, അങ്ങേയറ്റം നമുക്ക് ഒരു നോട്ടം കൂടി ആ ചിത്രത്തിലേക്ക് നോക്കാൻ കഴിയാത്ത വണ്ണം ഭീഭത്സമായ രീതിയിലാണ് കൊലപാതകങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന അന്വേഷണത്തിലാണ് ഈ പറയുന്ന സകലമാന കൊലപാതകങ്ങളുടെയും, അല്ലെങ്കിൽ ആ കൊലപാതകങ്ങളുടെ 90%ൻ്റെയും ചാലകശക്തി, പ്രേരകശക്തി അവർ വലിച്ചു കേട്ടുന്ന ഒരു കാലകൂടമാണ് പേര് MDMA, മെത്തോക്സി മെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന അതിമാരകമായ രാസലഹരി. ആ രാസലഹരികളുടെ പോരാട്ടം ഇനിയും വെച്ച് വൈകിപ്പിച്ചാൽ നാട് കൈവിട്ടു പോകുമ്പോൾ തിരിച്ചറിയുന്നതാണ് യാത്ര. എന്തായാലും ആ യാത്രയുടെ കൂടുതൽ വിശദാംശങ്ങൾ, കോഴിക്കോട് നടക്കുന്ന സമാപന സമ്മേളനത്തിന് കൂടുതൽ വിവരങ്ങളൊക്കെ SKN കുറച്ചുകൂടി ആധികാരികമായി നിങ്ങളോട് പറയും. ഹാഷ്മി പറഞ്ഞു നിർത്തിയ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ യാത്ര കഴിഞ്ഞ മാസം 16-ാം തീയതി തുടങ്ങിയത് നേരത്തെ പറഞ്ഞു തിരുവനന്തപുരത്താണ്. അന്ന് ഒരു ദീപം തെളിയിച്ചാണ് ആ യാത്ര തുടങ്ങിയത്. ആ ദീപം തെളിയിച്ചത് 100 അമ്മമാർ ചേർന്നാണ്. അപ്പോൾ അങ്ങനെ അമ്മമാർ ചേർന്ന് എന്തിനാണ് ഈ യാത്ര തുടങ്ങിയത്, ദീപം തെളിയിച്ച് തുടങ്ങിയത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. കാരണം അമ്മമാരാണ് ഈ ലഹരിയുടെ വിപത്തിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ. കാരണം നമ്മൾ കേട്ട വാർത്തകളെല്ലാം അത്തരത്തിലുള്ളതായിരുന്നു. ഒരു അമ്മയുടെ സാക്ഷ്യം ഇങ്ങനെയാണ്: രാത്രി ഒരു 12 മണിക്ക് ശേഷമാണ് 23 വയസ്സുള്ള എൻ്റെ മകൻ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ എനിക്ക് വാതിൽ തുറക്കാൻ പേടിയാണ്. അവൻ ഏത് രീതിയിലാണ് കടന്നു വരുന്നതെന്നോ എന്നെ ഏത് രീതിയിലാണ് കാണുക എന്നോ എനിക്ക് ഉറപ്പില്ല എന്ന് പറയേണ്ടി വരുന്ന അമ്മമാരുള്ള ഒരു നാട്ടിലാണ്, ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാടൊക്കെ അങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഭീതിയാണ്. അങ്ങനെ ലഹരിക്കടിമകളായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജീവൻ നഷ്ടമായ ഒരുപാട് അമ്മമാർ ചേർന്ന്, അല്ലെങ്കിൽ അത്തരം മക്കളുടെ ക്രൂരതകൾ കൊണ്ട് നട്ടം തിരിഞ്ഞ, അല്ലെങ്കിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട, സഹോദരനെ നഷ്ടപ്പെട്ട ഒരുപാട് അമ്മമാർ ചേർന്നാണ് അന്ന് ആ യാത്ര ദീപം തെളിയിച്ച് തുടങ്ങിയത്. നമ്മൾ വന്ന എല്ലാ ജില്ലകളിലും അത്തരത്തിൽ ഒരുപാട് അമ്മമാരെ കണ്ടു. എല്ലാവർക്കും പറയാനുള്ളത് പേടിയോടെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാൻ ഇപ്പോൾ പേടിയാണ് എന്നാണ് പറയുന്നത്. വളരെ ശരിയാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, യുവാക്കളെ ലക്ഷ്യമിട്ടല്ല ഇപ്പോഴത്തെ ലഹരി മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അവർ കൊച്ചുകുട്ടികളെയാണ്, വിദ്യാർത്ഥികളെയാണ്, സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം അവരെ വീഴ്ത്താൻ എളുപ്പമാണ്. പല രീതികളിൽ പല ട്രിക്കുകളിലൂടെ കുട്ടികളെ വീഴ്ത്തി ലഹരിക്ക് അടിമകളാക്കുക, അവരെ ക്യാരിയേഴ്സായിട്ട്, അതായത് കുട്ടികളാകുമ്പോൾ ആരും പരിശോധിക്കില്ലല്ലോ, അപ്പോൾ ഈ സ്റ്റഫ് എന്നാണ് അവർ പറയുക, ഈ സ്റ്റഫുകൾ കൈമാറാനുള്ള ക്യാരിയേഴ്സായി ഈ കുട്ടികളെ ഉപയോഗിക്കുന്നു. പതിയെ അവരും ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നു. അങ്ങനെ ഒരു വലിയ സമൂഹത്തെ ഇല്ലാണ്ടാക്കുക എന്നൊരു വലിയ വിപത്തുണ്ട്. അപ്പോൾ അതിനെതിരെ വീട്ടകങ്ങളിൽ നിന്ന് തുടങ്ങണം നമ്മുടെ ഈ പോരാട്ടം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അമ്മമാരോടും അച്ഛന്മാരോടും കുട്ടികൾ വീട്ടിൽ വന്നിട്ട് അന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ പറയാറുണ്ടോ? 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടാവും. 4-ലും 5-ലും 6-ലും അങ്ങനെ പറയാറുണ്ടോ? 7-ലും 8-ലും 9-ലും 10-ലും പഠിക്കുന്ന കുട്ടികൾ വന്ന് പറയാറുണ്ടോ? പറയണം. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ വീട്ടകങ്ങളിൽ ഉണ്ടാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അത് സംഭവിക്കട്ടെ. SKN എത്തിയിട്ടുണ്ട്. വൈകിയ വേളയായതുകൊണ്ട് വളരെ പെട്ടെന്ന് നേരെ തന്നെ SKN വാക്കുകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എന്താണ് യാത്രയുടെ ഉദ്ദേശമെന്നും എങ്ങനെയാണ് യാത്ര ഇങ്ങനെ കടന്നു വന്നതെന്നും ഇനി എന്താണ് യാത്ര ചെയ്യാൻ പോകുന്നതെന്നും നമ്മുടെ മെഗാ സംഭാവന സമ്മേളനം എന്താണ്, ഏത് രീതിയിലാണ് അത് വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ SKN തന്നെ പറയും.
SKN വെൽക്കം, എൻ്റെ നാട്ടിലേക്ക് സ്വാഗതം. വെൽക്കം വെൽക്കം. പ്രൊജന്റെ നിന്റെ അപ്പുറത്തല്ലേ വീട്? അതെ അതെ അതെ. ഓക്കെ, ഇവിടെ നിന്ന് കൂയ വീട്ടിൽ കേൾക്കൂ. കേൾക്കാം. ഇപ്പൊ അമ്മ കൂടെ വന്നിട്ടുണ്ട്. അപ്പം അമ്മ ഇവിടെ ഉണ്ട്. അമ്മ പയ്യൻസ് ഓക്കെയാ? SKN 5 മണിക്ക് വന്ന് നിൽക്കുന്ന കുറെ പേരെ പഠിപ്പിച്ചു. അതെ, എച്ചമായിരുന്നു. അമ്മ എച്ചമായിരുന്നു. അമ്മ പഠിപ്പിച്ചൊരു 50 പേരെങ്കിലും ഞങ്ങൾ വഴി കണ്ടു. ഭാഗ്യത്തിന് അവരെല്ലാം അമ്മയുടെ അധ്യാപനം നല്ലതാണെന്നാ പറഞ്ഞത് അല്ലേ? അതെ. SKN 5 മണി തൊട്ട് വന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളോട് നമ്മൾ ക്ഷമ ചോദിക്കുന്നു. എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഇതിങ്ങനെ ടെലിവിഷനിലൂടെ കാണിക്കല്ലേ, കാണിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം ഒന്നുകിൽ അവർ നമ്മളെ അവിടെ തടഞ്ഞു നിർത്തും, അതല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ അവിടെ ചായയും കൂടെ കഴിച്ചേ പിരിയാൻ പാടുള്ളൂ. ഏറ്റവും അവസാനം ഈ ആഷ്മിക്ക് കുറുകെ കയറി ഒരു പഞ്ചായത്ത് ബസ് നിന്ന് കളഞ്ഞു. ഒന്നീ ചായ കഴിക്കണം, അല്ലെ വണ്ടി ഇവിടെ തടഞ്ഞിടുമെന്ന് പറഞ്ഞു. എന്താ ചെയ്യുക? ജന നിയമം കയ്യിലെടുത്താൽ ഭയങ്കര കുഴപ്പമാണ് നീ കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ താമസിച്ചതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. പിന്നെ സമയത്ത് വന്ന് നിങ്ങളോട് സംസാരിച്ച് വളരെ വേഗം മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ വന്നത്. പക്ഷേ നടന്നില്ല. എന്താ ചെയ്യുക അല്ലേ? നിങ്ങൾ ക്ഷമിച്ചല്ലോ. ഓക്കെ, ക്ഷമിക്കാത്തവരാരുണ്ടെങ്കിൽ കൈ പൊക്കണം. കണ്ട ഇത് എന്നെ നല്ല മനുഷ്യരായി നാട്ടിൽ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ പയ്യന്നൂർക്കാർക്ക് ഒരാശംസ ആദ്യം അറിയിക്കുക. നമ്മൾ കേരളത്തിൽ വന്ന വളരെ ദാരുണമായൊരു സാഹചര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എനിക്ക് ഒരാഗ്രഹവും ഇല്ലായിരുന്നു കേരളത്തിലെ 14 ജില്ലകളിലൂടെ ഒരു 30 ദിവസം നടന്ന് അത്യാവശ്യം കൂടുതൽ വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ച് ഷേപ്പൊക്കെ തെറ്റി ഇനി ടി വിക്കകത്ത് ഇറങ്ങണമെന്ന് തന്നെ 2 വട്ടം ആലോചിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഷ്മി പ്രസംഗിച്ചായിരുന്നോ? പ്രജനും പ്രസംഗിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഒരു അപകടകരമായ സിറ്റുവേഷനിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലിപ്പോൾ പോലീസ് റെയ്ഡും എക്സൈസ് റെയ്ഡും ഒക്കെ വളരെ വളരെ കൂടിയിട്ടുണ്ട്. എല്ലാ ദിവസവും റെയ്ഡാണെന്ന് മാത്രമല്ല ഒരുപാട് രാസലഹരി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാസലഹരി എല്ലാം തന്നെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ട് വന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഒരുപക്ഷെ ഞങ്ങൾ നടത്തിയ യാത്രയൊക്കെ ഒരു സമ്മർദ്ദമായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബ്ദമൊക്കെ കുറച്ച് അടഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ പഴയ സൗകുമാര്യം കാണത്തില്ല. അപ്പോൾ അതങ്ങ് ക്ഷമിച്ചേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ധാരണ, കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ, ചില ഗ്രാമപ്രദേശങ്ങളിൽ, ചില ഒറ്റപ്പെട്ട നഗരോരങ്ങളിലൊക്കെ കുറേ കുട്ടികൾ, കുറേ പ്രായമായ ആളുകളൊക്കെ തന്നെ രാസലഹരി എന്നുള്ള പുതിയ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമായിരുന്നു. എന്നാൽ ഈ യാത്ര 2-3 ജില്ലകൾ പിന്നിട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇത് പടർന്നു കഴിഞ്ഞു. വളരെ വളരെ വ്യാപകമാണ്. സ്കൂൾ വരാന്തകളിൽ, ചെറിയ ചെറിയ മിഠായികളിൽ, കൂൾ പോലെയുള്ള, അതല്ലെങ്കിൽ ഈ വേറെ ഏതെങ്കിലും ചെറിയ ചെറിയ മിഠായികളുടെ രൂപത്തിൽ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികളെ തേടി വന്നു തുടങ്ങി. വാത്സല്യത്തോടെ വഴിയിൽ പിടിച്ചു നിർത്തി, മോളൊരു മിഠായി കഴിച്ചോ, പരീക്ഷയ്ക്ക് ഒരുപാട് മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. മാത്രമല്ല, ഞങ്ങൾ ഈ പോയ ഒരു സ്ഥലത്ത് ഒരാൾ എന്നോട് പറഞ്ഞത്, അവിടുത്തെ കുട്ടികളെ കൂടുതലും അഡിക്റ്റാക്കിയത് പരീക്ഷ എഴുതാൻ കൂടുതൽ കരുത്ത് കിട്ടും, തലച്ചോറിങ്ങനെ വികസിച്ച് വരും ഈ മിഠായി കഴിച്ചാൽ എന്നാണ്. അങ്ങനെ കുട്ടികൾ ഒരു മിഠായി കഴിച്ച്, 2 മിഠായി കഴിച്ചു, എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെ കഴിച്ച് ഒരു 8 തവണ കഴിച്ചപ്പോൾ കുട്ടികൾ അഡിക്റ്റായി. മാത്രമല്ല, ഒരു വീട്ടമ്മയെ ഞാനിപ്പോൾ കണ്ടുമുട്ടി. അവർ പറയുന്നത്, അവരുടെ 2 കുട്ടികളെ പോലും ഇങ്ങനെ മിഠായി കൊടുത്ത് പരീക്ഷയ്ക്ക് വൈഭവം ഉണ്ടാക്കാൻ വേണ്ടി, കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി കുറുക്കു വഴിയായിട്ട് ഈ മിഠായി കൊടുത്ത് അഡിക്റ്റാക്കി കളഞ്ഞെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ, ലോകത്ത് ഒരു ലഹരിക്കും, അധ്വാനമല്ലാതെ ഒരു ലഹരിക്കും നമ്മുടെ തലച്ചോറിനെ ഒന്ന് ഷാർപ്പാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെയൊക്കെ നിർമ്മാണം ആ രീതിയിൽ, ഇത് കർത്താവ് പണിഞ്ഞപ്പോൾ കർത്താവ് വളരെ ആലോചിച്ച് പണിഞ്ഞതാണ്. ഇവിടെ ചെവിക്കൊരു കിഴുത്തല ഇട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ഈ കിഴുത്തലയ്ക്ക് ഒരു ജോലി വെച്ചിട്ടുണ്ട്. അതല്ലാതെ വേറൊരു ജോലി ഈ കിഴുത്തലയ്ക്കകത്ത് നമ്മൾ ഇടിച്ചു കയറ്റിയാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കഞ്ചാവ് കുടിച്ചാൽ, ചില ആൾക്കാർ, ചില നടന്മാരുണ്ട്, നമ്മുടെ മലയാള സിനിമയിലേക്ക് ചില അറിയപ്പെട്ട നടന്മാരൊക്കെ അത്യാവശ്യം കഞ്ചാവ് വലിച്ചിട്ട് ചില രംഗങ്ങൾ അഭിനയിക്കുന്നുവെന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ അതിലൊരു കഞ്ചാവ് കുടിയനോട് ഞാൻ ചോദിച്ചു, എൻ്റെ കുടിയാ, ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, എൻ്റെ അഭിനയശേഷി മുഴുവൻ അങ്ങോട്ട് പുറത്തെടുക്കണമെങ്കിൽ ഈ കഞ്ചാവ് വലിച്ചങ്ങോട്ട് കയറ്റണമെന്നാണ് പറഞ്ഞ്. നിങ്ങളോട് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം വെച്ചിട്ട് പറയാം, കഞ്ചാവ് ഉപയോഗിച്ചത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ അഭിനയശേഷി വർദ്ധിക്കാൻ പോകുന്നില്ല. അത് വെറും നമ്മുടെ തോന്നലാണ്. നമുക്ക് ചില പുതിയ വിശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ ചില ആൾക്കാരുണ്ട്, രാവിലെ അമ്മയും ഉമ്മയും കാണാൻ കാല് തൊട്ടൊന്ന് വന്ദിച്ചു പോയ കാര്യം നടക്കുമെന്നൊരു ധാരണയുണ്ട്. നമ്മൾ വന്ദിച്ചു പോയാൽ നമ്മുടെ ആത്മവിശ്വാസം കൂടും. ചിലപ്പോൾ 10 തവണ നടന്ന് കാണും, 15 തവണ നടക്കാതെയും കാണും.
നടന്ന തവണ നമ്മൾ കൂടുതൽ ഓർമ്മിക്കും. അത്രമാത്രമേ ഉള്ളൂ. ആ ആത്മവിശ്വാസം ഒന്ന് ഷാർപ്പൻ്റ് ആകും. ലോകത്തൊരു സയൻസിൻ്റെയും പിൻബലമില്ലാത്ത ശുദ്ധ വിഡ്ഢിത്തമാണ്. നമ്മുടെ പ്രജിൻ്റെ അമ്മ HM ആയിരുന്നയാണല്ലോ. അപ്പോൾ പ്രജിൻ്റെ അമ്മയ്ക്കും അതറിയാം. ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല ഇത് ഈ കഞ്ചാവൊക്കെ വിതരണം ചെയ്യുന്ന വിൽപ്പനയ്ക്ക് വെക്കുന്ന ആളുകളാണോ പ്രചരിപ്പിക്കുന്നതെന്ന് പോലും സംശയമുണ്ട്. അതാണ് ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ കുട്ടികളെ പെട്ടെന്ന് പിടിക്കാൻ പരീക്ഷയുടെ കാര്യം പറഞ്ഞാൽ പറ്റുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലെങ്കിലും കുട്ടികളോട് പറയണം, ഈ പരീക്ഷയ്ക്ക് ഒരുപാട് മാർക്ക് 100 മാർക്ക് വാങ്ങിച്ചിട്ടൊന്നും ഈ കാലത്ത് ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ അറിയേണ്ട കാര്യം, കേരളത്തിലെ സർക്കാരല്ല ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത്, സ്വകാര്യ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലി കൊടുക്കാൻ നിങ്ങളുടെ കുട്ടികൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിക്കുന്ന കാലം പോയി. ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം പിടിച്ച് ഒരു ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ഇരുത്തും, ഒരു വിഷയം കൊടുക്കും. എല്ലാവരുടെ ചർച്ച ചെയ്യുന്നത് വേറൊരു മുറിയിലിരുന്ന് ക്യാമറ വഴി അവർ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അതിൽ സ്മാർട്ടായ 4-5 പേരെ ലൊക്കേറ്റ് ചെയ്യും. ആ 5 പേരുടെ വീണ്ടും ചർച്ച നടത്തും. അങ്ങനെ കൊണ്ടുവന്ന് 2 പേരെ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനമാണ് ഇവൻ്റെ മാർക്കൊക്കെ എടുത്ത് നോക്കുന്നത്. മാർക്കല്ല മുഖ്യ ഘടകം. അതുകൊണ്ട് നിങ്ങൾ 100 മാർക്ക് വാങ്ങണം എന്ന് കരുതി കുട്ടികളുടെ തലച്ചോറ് രാഗി കൂർപ്പിച്ച് കളയാമെന്ന് വിചാരിച്ച് കാരിരുമ്പുമായിട്ട് ഇറങ്ങണ്ട. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഈ വേലിക്കൽ ഒരു പരിചയമില്ലാത്ത ഒരു വൃത്തികെട്ടവൻ പറയുകയാണ്, കുഞ്ഞെ ഈ മിഠായി കഴിച്ചാൽ നിനക്ക് പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടാൻ പോവുക എന്ന് പറഞ്ഞ് കുട്ടിയെ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അമ്മമാർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഈ കാര്യത്തിൽ. കാരണം അമ്മമാരുടെ സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികൾ വഴിക്കണ്ണുമായി സ്കൂളിൽ പോയി തിരിച്ചു വരുന്നവരെ കാത്തിരിക്കുമ്പോൾ കുട്ടികൾ MDMA കൊടുക്കുന്ന ലഹരി സംഘത്തിൻ്റെ പിന്നാലെ പോയി എന്നറിയുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന വേദന. അതിനെല്ലാം ഉപരി പെറ്റ കുഞ്ഞിന് ശവം മടിയിൽ വെച്ച് കരയുന്ന പെറ്റമ്മതൻ കണ്ണുനീരാണ് ഞാൻ എന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരിടത്ത് എഴുതിയിട്ടില്ലേ. കാരണം ഒരു അമ്മ ഒരു മരിച്ചുപോയ കുഞ്ഞിൻ്റെ ശവമെടുത്ത് മടിയിൽ വെച്ച് കരയുക എന്ന് പറഞ്ഞാൽ അതിനോളമുള്ള ഒരു കണ്ണീര് വേറെ ഇല്ലെന്നുള്ളതാണ്. ആ കണ്ണീര് ഇപ്പം തന്നെ ഭൂമിയിൽ വീണ് കഴിഞ്ഞു. ഞങ്ങൾ ഈ യാത്രയ്ക്ക് ഒരുങ്ങാൻ തീരുമാനിച്ച കാര്യം, കേരളത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു. 2 മാസങ്ങൾക്കുള്ളിൽ 70 കൊലപാതകങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ 30 കൊലപാതകങ്ങളും MDMA കഴിച്ച ആൾക്കാരാണ് ചെയ്തത്. അത് ചെറിയ രീതിയിലല്ല, സ്വന്തം അമ്മയുടെ പള്ളയ്ക്ക് കത്തികയറ്റുക എന്നുള്ളതാണ്. ഒരു ധൈര്യമായി നിങ്ങൾ വിശ്വസിച്ചോളൂ, MDMA എന്ന് പറയുന്ന ലഹരി പദാർത്ഥം നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരാൾക്ക് 2 കാര്യം സംഭവിക്കും. 7 കൊല്ലത്തിനൊക്കെ അയാൾ ചത്തുപോകും. രണ്ടാമത്തെ കാര്യം, തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുന്ന അമ്മയോ അച്ഛനോ അവൻ്റെ ശത്രുവാണ്. ഏതെങ്കിലും രാത്രി നേരം നട്ടപ്പാതിരായ്ക്ക് അവൻ്റെ തലച്ചോറിലൊരു മിന്നൽ പിണർ പാഞ്ഞു പോയാൽ അവൻ കൊലക്കത്തി കയ്യിലെടുത്ത് വാതിൽ ചവിട്ടി പൊളിച്ച് ചിലപ്പോൾ അമ്മയും അച്ഛനെ കുത്തിക്കൊന്നെന്ന് വരും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുട്ടികളാരും അഡിക്റ്റ് അല്ല എന്ന് ആത്മവിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണ്ട. കാരണം നമ്മൾ പുറത്തിറങ്ങുന്ന ആൾക്കാരാണ്, തിയേറ്ററിൽ പോകുന്നവരാണ്, ബസ്സിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരുവനായിരിക്കും MDMAയുടെ നിത്യരോഗി, അവൻ കൊലക്കത്തി കയറ്റും. മാത്രമല്ല നമ്മുടെ വീട്ടിൻ്റെ അയലത്തൊരുവനുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ നട്ടപ്പാതിരായ്ക്ക് നമ്മുടെ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറി വരാം. അപ്പോൾ ഇത് നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ കുട്ടികൾ അറിയേണ്ട ഒരു കാര്യം, ഇത് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ വളരെ വൈകാതെ നമ്മുടെ പല്ലുകളെല്ലാം ദ്രവിച്ചു തുടങ്ങും. അപ്പോഴേ അവൻ്റെ ആയുസ് അറ്റുപോകും. 7 കൊല്ലമായി അവന് പരമാവധി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ മാത്രവുമല്ല, ചെറിയ കുട്ടികൾക്ക് പോലും ഹൃദയ സംബന്ധമായ പ്രശ്നം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികൾ തകരുകയും അവർ ഹൃദ്രോഗികളായി മാറുകയും ചെയ്യും. ഈയിടയ്ക്ക് നമ്മൾ രാവിലെ ഒരു ഷോ ചെയ്യുന്ന സമയത്ത്, ഈ പരിപാടി തുടങ്ങിയതിന് ശേഷമാണ്, കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റൽ നിങ്ങൾക്കറിയാം, അവിടെ പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ പറയുകയായിരുന്നു, ചില കുട്ടികളൊക്കെ വന്നു തുടങ്ങി ഹൃദയ സംബന്ധമായ രോഗം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കാർഡിയാക് സർജറിക്ക് ആവശ്യം വരുന്നു. കാരണം എന്താ? ഇതുപോലുള്ള സാധനം കഴിച്ച്. നിങ്ങൾക്കറിയാം, താമരശ്ശേരിയിൽ ഒരുത്തൻ, അത് പോലീസിനെ കണ്ട് ഭയന്നോടാൻ ശ്രമിച്ച ഒരുത്തൻ MDMAയുടെ കവർ വിഴുങ്ങി ആമാശയത്തിൽ കിടന്നത് പൊട്ടി അവൻ മരിച്ചുപോയി. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് അതേ വാർത്ത വീണ്ടും വന്നു. അവന് കുറച്ചുകൂടെ ആയുസ് വില ഉള്ളതുകൊണ്ട് അവൻ ചത്തില്ല. അപ്പം നമ്മുടെ കുട്ടികൾ, നിങ്ങളതിനെ നിസ്സാരമായി കാണുകയും ചെയ്യരുത്. നമ്മുടെ മുന്നിൽ ലാളിച്ച് നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങളെ ഈ പ്രാപിടിയന്മാർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ കുട്ടികളെ വലയിലാക്കുക. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, ഇത്തരം വ്യാപകമായ രാസലഹരി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിറ്റഴിക്കുന്നത് ലോകത്തുള്ള മാഫിയ ശൃംഖല തന്നെയാണ്. എന്നാൽ ഈ മാഫിയ ശൃംഖലയുടെ ദല്ലാൾപ്പണി ചെയ്യുന്ന ആരാണെന്നറിയാമോ? ഈ ഏജന്റന്മാർ മലയാളികളാണ്. കർണാടക സംസ്ഥാനത്തേക്ക് ഇവിടെ നിന്ന് വണ്ടിയിൽ കയറിപ്പോയി കാടിലും ചുരം വഴിയൊക്കെ തന്നെ ഈ നാട്ടിലേക്ക് ഈ രാസലഹരി കൊണ്ടിറക്കുന്നത് മലയാളികൾ തന്നെയാണ്.
തൊട്ടയലത്ത് ഇങ്ങനെ വിൽപ്പനക്കാരനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ പോലീസിനെ വിളിച്ചു പറയണം, അവനെ തടഞ്ഞു വയ്ക്കണം. മൗലികമായ ഒരു അവകാശം നിങ്ങൾക്കുണ്ട്. നിയമവിരുദ്ധമായ പ്രവർത്തനത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ ഏർപ്പെടുന്നുവെങ്കിൽ അവനെ പോലീസിന് കാട്ടിക്കൊടുക്കാനും അവനെ തടഞ്ഞു വയ്ക്കുവാനും നമ്മുടെ ജനങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഭരണഘടന നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു അവകാശമാണത്. കയ്യാങ്കളി പാടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരാളെ സംശയം വരുന്നുവെങ്കിൽ നിങ്ങളത് ചെയ്യണം. സഹതാപമോ അനുതാപമോ കാണിച്ച് നമ്മുടെ കുരുന്നുകളെ കൊല ചെയ്യാൻ ഇവന്മാരെ അനുവദിച്ചുകൂടാ. ഈ നമ്മൾ പോയ ഒരു സ്ഥലത്ത് തന്നെ ഇത്തരം മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളവിടെ പോയി. നിങ്ങൾക്കറിയുമെന്നറിയില്ല. കേരളത്തിൽ 30,000 രൂപ ചെലവഴിക്കുന്ന ഒരു സംരംഭകന് 30 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ ഭാവിയിൽ കഴിയുന്ന ഒരു സാധ്യതയാണ് ഈ രാസലഹരി നൽകുന്നത്. അതുകൊണ്ട് പല ആളുകളും രാസലഹരിയുടെ ഉസ്താദുമാരാ. ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോൾ ഒരുവൻ പറഞ്ഞു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാമെങ്കിൽ ഈ സാധനം കൊണ്ടുതരാം MDMA. നമ്മുടെ വയനാട്ടിലെ കാടുകൾ വഴി ഊടുവഴികൾ വഴി നമ്മുടെ കേരളത്തിലേക്ക് സംഭവങ്ങൾ വരികയാണ്. ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചോളൂ, കോവിഡിന് ശേഷം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏത് എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്ന മറുപടി ഈ സംഭവമാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ ഉറവിടങ്ങളൊക്കെ തന്നെ തച്ച് തകർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിടുക്കരായ പോലീസ് ഓഫീസേഴ്സ് പോയി കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി ഈ വൃത്തികെട്ടവന്മാരെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ ജയിലുകളിൽ പാർപ്പിച്ചാൽ ചിലപ്പം ഇങ്ങോട്ടുള്ള ഒഴുക്ക് അവസാനിക്കും. എന്നാലും നമ്മുടെ അപശകുനം പോലെ നമ്മുടെ മേൽ പെയ്തിറങ്ങിയ ഈ പ്രശ്നം അവസാനിക്കില്ല. ഏതാണ്? നമ്മുടെ കുട്ടികൾ അഡിക്റ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊന്നും ഈ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ടുവരാൻ കഴിയില്ല. കാര്യം ഈ അഡിക്ഷൻ യഥാർത്ഥത്തിൽ ഭ്രാന്തിനേക്കാളും അപകടകരമാണ്. ഒരു മനോരോഗം വന്നവൻ അവൻ്റെ കുഴപ്പം കൊണ്ടല്ല അവൻ മനോരോഗം വരുന്നത്. ഒരിക്കലും ഒരു രോഗിയെ നമ്മൾ ഒരു വൈരാഗ്യത്തോടെ കാണാൻ പാടില്ല. അനുതാപം വേണ്ട ആൾ തന്നെയാണ് രോഗി. എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിലെ ജീൻ ഫാക്ടറാണ് പലപ്പോഴും നമുക്ക് മനോരോഗം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ തന്നെ ഒരു വേണ്ടാത്ത സാധനം കഴിച്ച് നമ്മൾ മനോരോഗികളായി മാറുകയാണ്. ഒരു മനോരോഗിയുടെ തീവ്രത ഒരു 18% ഒരു MDMA കഴിച്ചവൻ്റെ തീവ്രത 180% അത്ര അപകടകരമായ ഒരു സാധനമാണിത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഡീഅഡിക്ഷൻ സെൻ്ററിൽ പോയി ഇത്തരം MDMA കഴിച്ച് പരിചയമുള്ള ഒരു രോഗിയെ കാണണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വെളിയിലേക്ക് തള്ളി വരുന്ന പോലെ നമുക്ക് തോന്നും. അവൻ്റെ പല്ലുകളൊക്കെ ദ്രവിച്ചു പോയി കാണും. അവൻ്റെ ശരീരം മുഴുവൻ ഒട്ടിമലിഞ്ഞ് ആകൃതി കെട്ട് അവൻ വേറെ ഏതോ ഒരു ഗ്രഹത്തിലെ ജീവിയെപ്പോലെ നമുക്ക് തോന്നും. ഞാൻ ഈയിടെ നമ്മുടെ യാത്രക്കിടയിൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. വലിയ സങ്കടം തോന്നിപ്പോയി. അപ്പോൾ ഒരുപക്ഷേ ഒരു ദിവസം ഒരു പ്രഭാതത്തിൽ ഒരു മോർണിംഗ് ഷോ ചെയ്യാൻ ചെന്ന് നിൽക്കുമ്പോൾ ഓരോ മിനിറ്റിലും കൊലപാതകങ്ങളുടെ എണ്ണം കൂടി വരുന്ന കാഴ്ച കണ്ട് അമ്പരന്ന് പോയ ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അന്ന് 2 മണിക്കൂറിനിടയിൽ 14 കൊലപാതകങ്ങൾ ഞാൻ വായിച്ചു. അതിൽ ചില കൊലപാതകങ്ങൾ നടത്തിയത് തീർച്ചയായും ഈ രാസലഹരിയുടെ സ്വാധീനം കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വെഞ്ഞാറമൂടിലൊരു കൂട്ടക്കൊലപാതകം നിങ്ങൾ അറിഞ്ഞില്ലേ? അഫാൻ എന്നൊരു ചെറുപ്പക്കാരൻ എന്തോ കടം കയറി, ഓൺലൈനിലെ എന്തോ ഗെയിമിങ്ങിലൊക്കെ പെട്ട് കടം കയറി എന്ന പേര് പറഞ്ഞ് ഒരേ ചുറ്റിക കൊണ്ട് 6 പേരെ തലക്കടിച്ചു. തിരുനെറ്റിയിലടിച്ച് അതിൽ 5 പേര് മരിച്ചുപോയി. എന്നിട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് ഉടുപ്പൊക്കെ എടുത്തിട്ട് പുള്ളി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു, ഞാനിപ്പോൾ 6 പേരെ തട്ടിച്ച് വരിക, സ്കോർ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ SI വിചാരിച്ചവന് വട്ടാന്ന് വിചാരിച്ചു. മൂലക്കോട്ട് ഇരിക്കാൻ പറഞ്ഞു. ഇല്ലല്ല, ഇരിക്കാൻ സമയമില്ല, നമ്മൾ കൊന്നിട്ട് വരികയാണ്, നമ്മൾ ആളെ സ്വീപ്പാവുന്ന പാർട്ടിയാന്ന് പറഞ്ഞു. ഏതാണ്ട് അരമണിക്കൂറോളം ഇവൻ്റെ ഈ ലാത്തി മൊത്തം ഈ CI കേട്ടുകൊണ്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അതിനൊരു സംശയം തോന്നിയത്. ഇവൻ പറയുന്നത് വെറും ഭ്രാന്തല്ല എന്ന് സംശയം തോന്നിയത്. പിന്നീടാണ് ഒരു പോലീസുകാരൻ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയതും വാതിൽ തുറന്നു നോക്കിയപ്പോൾ വാതിൽ തന്നെ 2 ഡെഡ് ബോഡി കിടപ്പുണ്ട്. സ്വന്തം അനിയൻ, സ്വന്തം ഉമ്മ, സ്വന്തം കാമുകി എന്ന് വേണ്ട, അതിലൊരു ആൾക്ക് മാത്രം രക്ഷപ്പെടാൻ ഭാഗ്യമുണ്ടായി. അവൻ്റെ ഉമ്മയ്ക്ക്, ഷമി എന്ന് പറഞ്ഞ ഉമ്മ രക്ഷപ്പെട്ടു. അവൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ സോറി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ചുറ്റിക എടുത്ത് നെറ്റിക്ക് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇവനൊക്കെ ശരിക്കും ഇതേപോലെയുള്ള രാസലഹരി കഴിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഉമ്മയുടെ സ്വന്തം ഉമ്മയുടെ തിരുനെറ്റി നോക്കി ഒരു ചുറ്റിക കൊണ്ട് കരിമ്പാറയുടെ മേളിൽ അടിക്കുന്ന പോലെ അടിക്കാൻ കഴിയുക? രക്തം തെറിക്കുമ്പോൾ എങ്ങനെയാണ് അവന് പോൺസ് പൗഡർ കക്ഷത്തടിക്കാൻ പറ്റുക? അവൻ തേച്ചലക്കിയ ഉടുപ്പെടുത്ത് അലക്കി തേച്ച മോന്തയുമായിട്ട് എങ്ങനെയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ കഴിയുക? എന്നോടൊരു കൊലപാതകി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ 16 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള 350ഓളം ക്രിമിനൽ കേസുകൾ പ്രതിയായ ഒരു കക്ഷി, എനിക്ക് പരിചയമുള്ള ഒരാൾ. ഞാൻ അയാളൊരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യജീവൻ്റെ പേരിൽ പിച്ചാത്തി കുത്തി ഇറക്കാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനാണ് ഞാനും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നൊരു വർഗ്ഗമാണ് ഞങ്ങൾ ക്രിമിനലുകൾ. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LSDയോ കഞ്ചാവോ ചരസോ ഇതൊക്കെ അടിച്ച്
ഞങ്ങളെ അല്ലാതാക്കി മാറ്റും. പിന്നെ ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കുത്തണം, കുത്തി ഇങ്ങനെ കൊല്ലണം. അങ്ങനെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ടാണ് എൻ്റെ സ്കോർ 16 നിന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെയുള്ള മയക്കുമരുന്ന് പോലെയുള്ള മാരകമായ പാഷാണങ്ങൾ കഴിച്ചിട്ടാണ് മനുഷ്യ ജീവിതത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ 90-95 വയസ്സ് വരെയൊക്കെ ഇപ്പോൾ ജീവിക്കാം. ഇപ്പോൾ ആൾക്കാർക്ക് മരിക്കുന്നതൊക്കെ വളരെ പ്രായം കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത് അകാലത്തിലെ മരിച്ചു പോകും. 7 കൊല്ലമേ ഉള്ളൂ. മാത്രവുമല്ല ഓജസ്സോടെ, ആർജവത്തോടെ, ഊർജ്ജത്തോടെ വളർന്നു വരുന്ന ഒരു പയ്യൻസ് അകാലത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിതിലൂടെ കാണുന്നത്. അമ്മമാർ ഒന്ന് മാത്രം അറിയണം, ഞങ്ങൾ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയ അമ്മമാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ഡോക്ടർ വന്ദനദാസിൻ്റെ കാര്യം. ഇതുപോലെ മയക്കുമരുന്ന് കഴിച്ച ഒരുത്തൻ ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന, പോലീസുകാർ പറയുന്ന അതൊന്നും ഇല്ലെന്ന് പറയുന്നു. എന്തായാലും ഒരുവൻ കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ച് വെളുപ്പിന് നേരം വെളുത്ത് പരപരാ വെളുക്കുന്ന നേരത്ത് ഒരു ആയുധം കൊണ്ട് ആ കുട്ടിയെ ഒരു ചെറിയ പിച്ചാത്തി കൊണ്ട് കുത്തി 10-30 കുത്തിയാണ് കൊന്നത്. ആ കുട്ടിയൊക്കെ കേരളത്തിലെ മനസാക്ഷിയോട് ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ തന്നെ ചോദിച്ചു, എൻ്റെ മകളെ നേരം വെളുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ കുത്തി ഒരുത്തൻ കൊല ചെയ്യുമ്പോൾ അവിടെ കൂടി നിന്ന 10-30 പേരുണ്ടായിരുന്നല്ലോ, അതിൽ ഒരുവൻ പോലും ഒരു കസേര എടുത്ത് ഇവൻ്റെ തലയ്ക്കൊരു അടി കൊടുത്തില്ലല്ലോ എന്ന പിതാവ് വേദനയോട് കേരളീയ സമൂഹത്തോട് ചോദിച്ചു. ആർക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? കാര്യം സന്ദീപ് എന്ന് പറയുന്ന ഈ കൊലപാതകി ഡോക്ടർ വന്ദന ഏക മകളാണ്. നിങ്ങൾ അവരുടെ വീട്ടിലെങ്ങാനും പോയാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ വീട് മറക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ വീട്ടിൽ പോയതാണ്. ആ വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിലെ ആ മകൾ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിൽ അവരങ്ങനെ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുക. അവിടെ ആ മകൾ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളോ അവൾ അശയിലിട്ട വസ്ത്രങ്ങളോ ഒന്നും അവർ മാറ്റിയിട്ടില്ല. മകളുടെ കാര്യങ്ങൾ പറഞ്ഞ് അമ്മ ഓടി നടക്കുകയാണ്, മകൾ അവിടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ. അവരുടെ ജീവിതമേ പോയില്ലേ, തകർന്ന് തരിപ്പണമായില്ലേ. ഇനി എന്താണ് അവർക്ക് ബാക്കിയുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതേപോലുള്ള സ്ഥിതി, സാമൂഹിക സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ നാട്ടിൽ ഈ പയ്യന്നൂർ എന്ന് പറയുന്ന മനോഹരമായ ഈ പ്രദേശത്ത് ഇത്തരം രാസലഹരി വിൽപ്പനക്കാരനുണ്ടെങ്കിൽ അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഒരു പരിഗണനയും പാടില്ല. കാരണം അവർക്ക് ചെയ്യാൻ കഴിയുന്ന 100 കണക്കിന് ജോലി ഈ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ ജോലിക്കൊന്നും ഒരു കുറവില്ല. നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ജോലി ഇല്ലെങ്കിൽ എങ്ങനെയാണ് കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 70 ലക്ഷം ആളുകൾ വരിക? അവരുടെ ഗൾഫാണ് ഇപ്പോൾ കേരളം. നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിൽ നിന്ന് അവർ അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൻ്റെ കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അങ്ങനൊരു സാഹചര്യമുള്ള സംസ്ഥാനമാണ് കേരളം. ജോലിയുണ്ട്, ചെയ്യാനുള്ള മനസ്സ് വേണം. ഞാൻ ഡിഗ്രി പാസ്സായിപ്പോയി, അതുകൊണ്ട് എനിക്കിനി ഇങ്ങനെ റോഡ് പണിയൊന്നും ശരിയാകത്തില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ പണിയില്ലാത്ത സ്ഥലമായി കേരളം മാറും. അപ്പോൾ ഈ നല്ല തടിയും തണ്ടും തൻ്റെ ഇടവും മിടുക്കമുള്ള ഒരുവൻ രാസലഹരി വിറ്റഴിക്കുന്നതാണ് അവന് ജീവിക്കാൻ ഏറ്റവും സുഖകരമെന്ന് തോന്നിയാൽ അവന് സുഖമെന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ജയിലിലിട്ട്, പൂജപ്പുരയിലോ വിയ്യൂരിലെ സെൻട്രൽ ജയിലിലിട്ട് അവനെ പഠിപ്പിക്കണം. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ടല്ല നിൻ്റെ ജീവിതം കരുപിടിപ്പിക്കേണ്ടത്. ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നമ്മുടെ കുട്ടികളുടെ കൊലപാതകമാണ് അവന് ആയുധമെങ്കിൽ അവനെ നമ്മൾ അടുത്ത നിമിഷം പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതിലൊക്കെ നിങ്ങൾ ഒരു രീതിയിലുള്ള പരിഗണനയും കാണിക്കരുത്. പിന്നീട് ഒരു കാര്യമുണ്ട്. പോലീസുകാരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോയാൽ നമ്മുടെ കഴുത്തെ തല കാണത്തില്ല. ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞു കഴുത്തെ തല കാണത്തില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് തപ്പി നോക്കും, തലയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചിലപ്പം അകാലത്തിൽ എത്രയോ പേര് മരിച്ചു പോകുന്നു, വാഹനാപകടത്തിൽപ്പെട്ട് എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു പോകുന്നു. ഒരു ധൈര്യശാലി നാടിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ജീവിതം ഹോമിച്ചിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 2 നൂറ്റാണ്ടോളം ക്ലാർക്ക് പരിപാടിയുമായി ഇന്ത്യയിൽ ഇറങ്ങിയ വെള്ളക്കാരോട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ സൂര്യൻ അസ്തമിപ്പിച്ച് ചരിത്രം എഴുതിയവരാണ് ഇന്ത്യക്കാർ. അന്ന് കേരളത്തിൽ നിന്ന് എത്രയോ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകരുടെ ജീവിതം ഹോമിച്ചാണ് ഈ നാടിന് ഇത്രയും വലിയ സ്വാതന്ത്ര്യം നേടിത്തന്നത്. അപ്പോൾ അവരൊക്കെ വലിയ ത്യാഗമല്ലേ ചെയ്തത്? അപ്പം നമ്മുടെ ഈ ജീവിത യാത്രയ്ക്കിടയിൽ നമുക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു പോയാൽ അത് നമ്മുടെ തലയിലെഴുത്തായിട്ടും കണ്ടാൽ മതി. നമ്മൾ ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ മണ്ടയ്ക്ക് ആരെങ്കിലും ചുറ്റി കൊണ്ട് അടിച്ച് നമ്മളെ നശിപ്പിച്ച് കളയും എന്ന് ആലോചിച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഞാനും പ്രജിനും ആഷ്മിയൊക്കെ എത്രയോ വാർത്തകളാണ് ഒരു ദിവസം പ്രക്ഷേപിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഈ നാട്ടിലെ ഏറ്റവും വലിയ നെറിയട്ടവന്മാരെ കുറിച്ചാണ്. ഇവൻ്റെ കയ്യിലൊക്കെ വലിയ ആയുധവും കോടാലിയൊക്കെ ഉണ്ട്. ഇതെടുത്ത് ഞങ്ങളെ വെട്ടിയാൽ ഞങ്ങളുടെ കഥ എപ്പോഴേ കഴിയും. പക്ഷേ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. നമ്മൾക്ക് ചെയ്യേണ്ട ഒരു സാമൂഹിക ധർമ്മമുണ്ട്. 24 വിശ്വസിക്കുന്നത് ഈ കാലത്ത് ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക ധർമ്മം ഇത്തരം മയക്കുമരുന്ന് വ്യാപാരികൾക്കെതിരെയും മയക്കുമരുന്ന് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നവരെയും ഒരു സന്ധിയില്ലാത്ത പോരാട്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അറിയുന്നത് പോലെ
ഈ പോരാട്ടം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കില്ല. ഈ പോരാട്ടം നമ്മൾ തുടരുക തന്നെ ചെയ്യും. നമ്മുടെ ആഗ്രഹം കേരളത്തിലെ അവസാനത്തെ MDMA-കാരനും ആയുധം വെച്ച് കീഴടങ്ങണം. ഏറ്റവും അവസാനത്തെ ഒരു രാസലഹരി വിൽപ്പനക്കാരനും കേരളം വിട്ടുപോകണം. അതല്ലെങ്കിൽ അവനെ കേരളത്തിലെ ജയിലുകളിൽ തുറുങ്കിലടക്കണം. നമ്മളതിൻ്റെ വരുമാനം കൊടുക്കാം. എത്രയോ കൊലപാതകികൾ നമ്മുടെ ജയിലുകളിൽ കിടന്നാൽ അത്യാവശ്യം പുട്ടടിച്ച് കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അവന്മാരൂടെ കിടക്കട്ടെ. കേരളത്തിൽ കുറച്ച് ആൾക്കാരാണ് വിൽപ്പന നടത്തുന്നതെങ്കിലും നിങ്ങൾ അറിയേണ്ട കാര്യം, ഇതിൻ്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഈ പഞ്ചസാരയുടെ തരി പോലിരിക്കുന്ന ഒരു പദാർത്ഥമാണ് MDMA എന്ന് പറയുന്നത്. അതൊരു നഖത്തിൻ്റെ അടിയിൽ അമർത്തിക്കൊണ്ട് വേണമെങ്കിൽ കടത്തിക്കൊണ്ട് വരാം. ഒരാൾക്ക് അടിച്ച് പൂക്കുറ്റിയാവാൻ അത്രയും സാധനം മതി. അപ്പോൾ ഈ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ കടത്തിക്കൊണ്ട് വന്ന് നമ്മുടെ നമ്മുടെ വീട്ടമ്മമാരുടെ ഉറക്കം കെടുത്തുകയാണ്. പയ്യന്നൂരിലെ ജനങ്ങളോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ അധ്യാപകർ എന്ന് പറയുന്ന വർഗത്തെ വേറെ രീതിയിൽ കാണാൻ ശ്രമിച്ചു കുറേ കാലത്തിന് ശേഷം. നമ്മുടെ ചരിത്രം രണ്ടായി വെട്ടിപ്പിളർന്നു. കോവിഡ് എന്ന് പറഞ്ഞാൽ കോവിഡിന് മുമ്പും കോവിഡിന് പിമ്പും. അപ്പോൾ ഈ കോവിഡിന് പിമ്പാണ് ഈ സംഭവമെല്ലാം വന്നിരിക്കുന്നത്. അധ്യാപകരിപ്പം മിക്കവാറും ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. പൊല്ലാപ്പാണ്, പുലിവാലാണ്. ഏതെങ്കിലും ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ കുട്ടിയുടെ പിതാവ് അത്യാവശ്യം നാട്ടിലൊക്കെ അറിയപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ വരും, പരാതിയുമായിട്ട് വരും. അയാൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, പ്രോസിക്യൂഷൻ എടുപ്പിക്കും. ഈ അധ്യാപകൻ മേലിൽ ഒരു കുട്ടിയുടെ നേരെയും ശാസനാരൂപത്തിൽ നോക്കുകയോ അവൻ്റെ ചെവിയിൽ പിടിക്കുകയോ അവൻ്റെ ഊരയിലൊന്ന് നുള്ളുകയോ ചെയ്താൽ കഴിഞ്ഞു കഥ. നമ്മൾ ചെയ്ത ഏറ്റവും വലിയ അപരാധമാണ്. അധ്യാപകരെന്ന് ചോറിൽ താഴെയിട്ടോ, അധ്യാപകരെന്ന് കുട്ടികളുള്ള സാമൂഹിക ബാധ്യത എന്ന് വേണ്ടെന്ന് വെച്ചോ, അന്ന് തുടങ്ങി ഈ നാടിൻ്റെ അപജയം. ഏറ്റവും അവസാനം കേരള ഹൈക്കോടതി പറഞ്ഞ് നിങ്ങൾ ഓർമ്മിക്കുക, അധ്യാപകർ ചൂരൽ കയ്യിലെടുക്കാനാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല കേരളത്തിലെ പോലീസ് സംവിധാനത്തോട് കോടതി പറഞ്ഞു, നിങ്ങൾ പോലീസ് അധ്യാപകരുടെ മേൽ കേസിടരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അധ്യാപകരെ പ്രതിയാക്കാൻ പാടുള്ളൂ. അതും അന്വേഷിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഒരു കോടതിക്കും പറയാൻ പറ്റില്ല അധ്യാപകർ ചൂലെടുത്ത നാളെ അടി തുടങ്ങിക്കോളാൻ. അതുകൊണ്ട് കോടതി പറയാമെന്ന അധികാരം ഉപയോഗിച്ച് പരമാവധി പറഞ്ഞു. ഇനി അധ്യാപകൻ്റെ ഊഴം. അധ്യാപകൻ ഈ സാമൂഹ്യ ധർമ്മത്തിൽ നിന്ന് ഒഴിയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനും കുറച്ചു കാലം മാഷായിരുന്ന ഒരാളാണ്. കാരണം അധ്യാപകൻ്റെ ജോലി ഒരു ജോലിയല്ലത്, അതൊരു സേവനമാണ്. അധ്യാപകന് കിട്ടുന്ന ആദരവ് നാട്ടിലെ ഒരു പണിക്കും കിട്ടത്തില്ല. എനിക്കതറിയാം വ്യക്തിപരമായി. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വരുന്ന കുട്ടികളെ അടുത്ത കുറേ കാലത്തേക്ക് ക്ലോസായി നിരീക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം. സ്കൂളിൽ പോയി വരുന്ന കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കാൻ അമ്മമാരും മാതാപിതാക്കളും തയ്യാറാകണം. കുട്ടികൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കുറച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വലിയൊരു ശാസ്ത്ര സാധ്യതയാണത്. ഇൻ്റർനെറ്റ് നമ്മുടെ ടേബിളിലേക്ക് തുറന്നു വിടുന്ന മാലിന്യങ്ങൾ മുഴുവനും അടിച്ചു കയറ്റി ജീവിതം തകർക്കുകയാണ് നമ്മുടെ കുട്ടികൾ. അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തിൽ 300 കുട്ടികൾ 18-നും 30-നും മധ്യ പ്രായമുള്ള 300 പേര് നടത്തിയ പഠനമനുസരിച്ച് ടെക്നോളജി, അതായത് കമ്പ്യൂട്ടറുമായി സന്ധി ചേർന്ന് കഴിഞ്ഞു പോകുന്ന മൊബൈൽ ഫോൺ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്ന കുട്ടികൾ 18 മണിക്കൂർ ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു നേരം പോലും വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. കാര്യം വീട്ടുകാരൊക്കെ അന്യമായി തുടങ്ങി. വീട്ടിൽ സ്നേഹമെന്നൊരു സാധനമില്ല. കവികളൊക്കെ പറയും സ്നേഹമാണ് അഖിലസാരം ഉഴിയിൽ എന്നൊക്കെ പറയും. സ്നേഹിക്കുക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. കവികളൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കവികളുടെ കുഴപ്പമല്ല. അപ്പം നമ്മൾ വീട്ടിൽ സ്നേഹമില്ലാതായി, കുട്ടി മൊബൈൽ ഫോണിൽ. ഏറ്റവും വലിയ അപകടം നിങ്ങളൊക്കെ ചെയ്യുന്നതാണ്. തൊട്ടടുത്ത മുറിയിക്കുന്ന മകൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും, മോളെ കഞ്ഞി കുടിക്കാൻ വാ. ഈ വാട്സപ്പ് കണ്ടുപിടിച്ചോ ബോധം കെട്ട് തറ വീഴും. അവൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഈ മെസ്സേജൊക്കെ ഇങ്ങനെ അയക്കുമെന്ന്. അല്ലെങ്കിൽ മോളെ ഇന്ന് അയലക്കറിയുണ്ട് മോള് വാ. നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മുടെ വളർത്തുദോഷം എന്ന് പറയും. ആജീവനാന്തം നിങ്ങളുടെ പേരിൽ വളർത്തുദോഷം ആരോപിക്കും. നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ എൻ്റെ നാട്ടിലെ, എൻ്റെ കൊട്ടാരക്കര താലൂക്കിലെ ഒരു ഉൾനാട്ടിലാണ് എൻ്റെ നാടെന്ന് പറയുന്നത്. അവിടെ എൻ്റെ അയലത്ത് ഒരു പിതാവുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പിതാവാണ്. നമ്മുടെ വാഴ്വ്യമായത്തിൽ സത്യൻ്റെ കൂട്ടം അവളുടെ വരവ്. ഒരു ആധാരം എഴുത്തുകാരനാണ്, രാഘവമുള്ള ചേട്ടൻ വന്ന് ഇങ്ങോട്ട് വരും. ചേട്ടൻ ഇതിൽ അടിച്ച് പൂക്കുറ്റിയായിട്ടാണ് വരുന്നത്. പിന്നെ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ 4 പേരെ അറിയിച്ചേ വീട്ടിൽ കയറും. അല്ലാതെ പൈസ കൊടുത്ത് വെള്ളം അടിച്ചിട്ട് മൗനിയായിട്ട് വീട്ടിൽ കയറുന്ന പരിപാടിയൊന്നും രാഘവമുള്ള ചേട്ടനില്ല. അപ്പോൾ രാഘവമുള്ള ചേട്ടൻ ഒരു കയറി വന്നപ്പോൾ വീടിൻ്റെ തിണ്ണയിലിരുന്ന് അങ്ങേരുടെ 2 പിള്ളേർ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ മോങ്ങുന്നതെന്ന് ചോദിച്ചു. അത് ചോദിക്കുന്നതിന് എന്തിനാ മോങ്ങുന്നേ എന്ന് ചോദിച്ചു. അത് വളരെ അപ്പോൾ പിള്ളേർ മോങ്ങൽ കൂട്ടി, തന്തയുള്ള പേടിയുണ്ട്. ഉടനെ ഈ വള്ളി നിൽക്കറ, അപ്പോൾ 2ൻ്റെയും വള്ളി നിൽക്കറി പിടിച്ച് എടുത്ത് കപ്പക്കമ്പിലിട്ട് ഇടയിലോട്ടം കളഞ്ഞു. 2 എടുത്ത് കളഞ്ഞിട്ട് പുള്ളി കയറി അങ്ങ് പോയി. എന്തിനാണ് ആ കാലമാണ് വെള്ളം അടിച്ചിട്ട് എൻ്റെ പിള്ളേരെ കൊല്ലുന്നതെന്ന് പറഞ്ഞിട്ട് പെണ്ണുമ്പിള്ളയെ പിടിച്ച് കപ്പക്കമ്പിലോട്ട് തള്ളു. 2-3 കൂടെ കപ്പക്കമ്പിൻ്റെ ഇടക്കിടത്ത് കരയുന്നു. ആ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എന്ത് നല്ല നിലയിലാണെന്നറിയോ.
കാര്യം നമ്മളൊക്കെ എങ്ങനെ മക്കളെ മോനെ നിന്നെ കണ്ടിട്ട് നരസിംഹറാവുവിൻ്റെ കൂട്ടിരിക്കുന്നല്ലോ, അയ്യോ മൻമോഹൻ സിംഗിൻ്റെ അതേ കണ്ണ. നമ്മൾ പാളയെ കിടക്കുമ്പോൾ മുതൽ അങ്ങ് പറഞ്ഞു തുടങ്ങാം, ലോകത്തിൽ നമുക്കാവാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും അടിച്ചവൻ്റെ ചെവി കയറ്റി അവനെ ലെവലാക്കിയിട്ടേ നമ്മൾ മാറും അല്ലേ. നമ്മളൊന്നും അതിൽ നിന്ന് ഒരു കുറവും വരുത്തിയിട്ടില്ല നമ്മൾ. അങ്ങനെ നമ്മൾ ചെയ്ത ആളുകളാണ്. അപ്പോൾ നമ്മൾ ഇനി കുട്ടികൾ കുറച്ചു കാലം ഇത്തിരി അസ്വാതന്ത്ര്യം അനുഭവിച്ചോട്ടെ കുട്ടികൾ. അതേസമയം ഞാൻ ഒരു മുന്നറിയിപ്പ് കൂടെ തരുന്നു. നാളെ നിങ്ങൾ പറയരുത് ആ ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആ കണാപ്പൻ വന്ന് പറഞ്ഞേച്ചു പോയത് കാരണം ഞങ്ങൾ പിള്ളേരോട് സ്ട്രോങ് ആയി, പിള്ളേർ വീട് വിട്ടുപോയി. അങ്ങനെ വരരുത്. വളരെ ഡിപ്ലോമാറ്റിക് കാരണം നമ്മുടെ കുട്ടികൾ, പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടോ? കുട്ടികൾ വളരെ സെൻസിറ്റീവായ ഒരു ജനറേഷനാണിപ്പോൾ. തൊട്ടാവാടികളാണ്, ചെറിയ കാര്യം മതി. ഞാൻ ഈയിടയ്ക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു പെങ്കൊച്ച് ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി കണ്ടുമുട്ടി ഒരു ചെറുപ്പക്കാരനെ അന്വേഷിച്ച് ഈ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെങ്ങാണ്ട് പോയി. അപ്പോൾ MA കാരനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. മാസ്റ്റർ ഓഫ് ആർട്സ് എന്തോത്തിൻ്റെ മാസ്റ്റർ, അവൻ തട്ടിപ്പിൻ്റെ മാസ്റ്റർ അവൻ. ഈ കൊച്ചു ഡിഗ്രിക്ക് പഠിക്കുക. അപ്പോൾ ആ കൊച്ചു വിചാരിച്ചു എനിക്ക് MA കാരനെ കിട്ടിയല്ലോ. വീട്ടുകാരോടും പറയാതെ നേരെ അങ്ങ് മട്ടന്നൂർ എന്നിറങ്ങി. മട്ടന്നൂർ എന്നിറങ്ങിയ പറഞ്ഞത് അവൻ SLCക്ക് 3 തവണ തോറ്റവനാണ്. പോയി SI ചോദിച്ചു എന്തിനാ മോളെ ഇത് വാട്സപ്പിൽ കണ്ടോടനെ? അല്ല ഞാൻ വാട്സപ്പിനെ വിശ്വസിച്ച് പോയി. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ അപകടം അതാ. നിങ്ങളോട് നേരിട്ടൊരു കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്ന് നമ്മൾ ഉടനെ പറയും. അവിശ്വാസം നമ്മൾ രേഖപ്പെടുത്തും. അതേസമയം നമ്മൾ വാട്സപ്പിലൊരു കാര്യം പറയാണ്, ഞാൻ PhD ബിരുദധാരിയാണ്, ഓ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഉടനെ നമ്മൾ വിശ്വസിച്ചു. നമുക്ക് ഒരു തർക്കവും ഇല്ല, വാട്സപ്പ് വഴി വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഈയിടെ കൊച്ചിയിലെ ഒരു കാർഡിയോളജിസ്റ്റ് എന്നോട് അങ്ങനെ ഒരു വിഷമം പറഞ്ഞു. അങ്ങയുടെ ഒരു രോഗി ചത്തുപോയി, സാധാരണ സംഭവം. അപ്പോൾ അങ്ങനെയോട് ഞാൻ ചോദിച്ചു എന്താ മരണത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അയാൾ മരുന്ന് കഴിക്കുന്നത് നിർത്തി. ഞാൻ ഇങ്ങനെ അയാളോട് വാട്സപ്പിൽ ഏതോ ഒരുത്തൻ പറഞ്ഞു ഇങ്ങനെയുള്ള രോഗത്തിനൊന്നും ഈ മരുന്ന് കഴിച്ചുകൂടാ, ഈ മരുന്ന് കഴിച്ച് നിങ്ങളുടെ തലച്ചോറ് പൊളിഞ്ഞു പോകും. അവന് SLC 4 തവണ തോറ്റവനായിരിക്കും. എന്നിട്ട് അങ്ങനെ പറഞ്ഞു എൻ്റെ MA MD ഉണ്ടെന്ന്, MBBS MD ഉണ്ട്, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഈ വാട്സപ്പുകാരനെ വിശ്വസിച്ചു. എന്നെ 8 കൊല്ലമായിട്ട് അറിയാവുന്ന രോഗിയായിരുന്നു. അയാൾ മരുന്ന് നിർത്തി. അവസാനം അയാളുടെ കാലൻ വന്നു പോത്തിൻ്റെ പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി, കാഞ്ഞുപോയി. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരൻ പിന്നെയും വിജയിക്കുന്നു. നിങ്ങൾ ധൈര്യമായി വിശ്വസിച്ചോളൂ. ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ മൂക്കിടിച്ച് വീഴരുത്. അതിനകത്ത് ശുദ്ധ കള്ളന്മാരുണ്ട്. കാര്യം വീട്ടിൽ ഇരിക്കുമ്പോൾ വിരൽ കുത്തി പോകാനുള്ള കാര്യമേ ഉള്ളൂ. എല്ലാവർക്കും പ്രക്ഷേപിക്കാൻ പറ്റുന്ന ഒരു കാലമാണിത്. അപ്പോൾ അത് കുട്ടികൾ ചിലപ്പോൾ ഇത് പറയുന്നതൊക്കെ വിശ്വസിക്കും. അപ്പോൾ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾ ശരാശരി തലയല്ല, ഒരു 1.5 തലയാണ് ഈ കുട്ടികൾ. അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. മാത്രമല്ല ഇവർക്കുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുകയാണ് മക്കളെ സ്കൂളിലേക്ക് പോകുമ്പോൾ അപരിചിതർ തരുന്ന മിഠായികളൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. ദാറ്റ് മീൻസ് സ്ട്രേഞ്ചർ, ജസ്റ്റ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഗൂഗിളിൽ കുത്തി നോക്കും സ്ട്രേഞ്ചർ ആരാണ്, ആരൊക്കെയാവാം സ്ട്രേഞ്ചർ. അതുപോലെ സ്ട്രേഞ്ചർ അപകടങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ അപകടങ്ങൾ സ്ട്രേഞ്ചർ വരുത്തിയിട്ടുണ്ട്. ഒരു essay ഒക്കെ വായിച്ച് നോക്കിയിട്ട് ഞാൻ ശ്രമിക്കാമെന്ന് പറയും. കാര്യം അവർക്ക് സെർച്ച് എഞ്ചിനാണ്, ഗൂഗിളിൻ്റെ എഞ്ചിനാണ് അവർക്ക് ഏറ്റവും പ്രധാനം. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യവസായ സ്ഥാപനമാണ് നമ്മൾ തിരിച്ചറിയുക. ഗൂഗിളുമായിട്ട് നമുക്കൊക്കെ ബന്ധമുണ്ട്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഒരുപാട് വൈകിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. കുറേ ത്യാഗങ്ങൾക്ക് നമ്മൾ തയ്യാറായേ പറ്റൂ. ഞങ്ങളിപ്പോൾ ഇത്രയും നേരം വെയിൽ കൊണ്ടു, ഞങ്ങൾ ഇത് വലിയൊരു ത്യാഗമായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ചിലത് നമ്മൾ നശിപ്പിച്ചാലേ ചില നേട്ടങ്ങൾ ഈ മണ്ണിൽ ഉണ്ടാകൂ എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങളൊരു വാർത്താ സംഘം ഒരു 10-60 പേര് ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. ഈ 60 പേര് ഇത്രയും വെയിൽ കൊണ്ടതിൻ്റെ കാര്യം അത് തന്നെയാണ്. നിങ്ങൾ എന്നെയും പ്രജനെയൊക്കെ കാണുന്നുള്ളെങ്കിൽ ഈ കാണാത്ത കുറച്ച് ആൾക്കാരും ചില ബുദ്ധിജീവികളൊക്കെ ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബുദ്ധിവൈഭവം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന കുറേ ആൾക്കാർ ഈ പയ്യന്നൂരിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നാടിനെന്ത് ചെയ്തു എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നാട് നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കാൻ വരട്ടെ. ഈ നാടാണ് നിങ്ങൾക്കെല്ലാം തന്നത്. ശുദ്ധമായ വെളിച്ചം, വായു, ജീവിക്കാനുള്ള സാഹചര്യം, പറയാനുള്ള സ്വാതന്ത്ര്യം, അവകാശം എല്ലാം ഈ നാട് തന്നതാണ്. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി. ഇതെല്ലാം നാടിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഇന്ന് ചോദിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ കുറേ കാലത്ത് ഇനി ഉറങ്ങണ്ട, അല്ലെങ്കിൽ പെർമനൻ്റായിട്ട് നിങ്ങൾക്ക് ഉറങ്ങേണ്ടി വരത്തില്ല. അത്രയും പ്രശ്നം ഈ നാട്ടിലുണ്ട്. നിങ്ങൾ ഉറങ്ങാതെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യണം. ഈ നാട്ടിലെ ചെറുപ്പക്കാർ ആവശ്യമില്ലാതെ നട്ടപ്പാതിരായ്ക്ക് നമ്മുടെ റോഡിലൊക്കെ നട്ടം തിരിയുന്നവരുണ്ടെങ്കിൽ പിടിച്ചു നിർത്തി ചോദിക്കണം, എന്താ നിൻ്റെ കലാപരിപാടി ഇവിടെ എന്നുള്ളത്. നമ്മളതിൽ നമ്മുടെ മൗലികാവകാശങ്ങൾ നിങ്ങൾക്കറിയാം. മൗലികാവകാശങ്ങളെ ധ്വംസിക്കപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരണമെന്നൊക്കെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മൗലിക അവകാശങ്ങളുടെ പേര് പറഞ്ഞ് കുട്ടികളെ ചതിക്കുഴിയിൽ ഏർപ്പെടുത്താൻ ഏതെങ്കിലും നരാധമന്മാർ ചുറ്റിത്തിരിയുന്നെങ്കിൽ നിങ്ങൾ അവരെ പിടിച്ചു നിർത്തി പോലീസിൽ ഏൽപ്പിക്കണം. അതിനകത്തൊന്നും ഒരു അവധാനതയും നിങ്ങൾ പാടില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ആൾക്കാർ പരിചിതരല്ലാത്ത കണ്ടാൽ ഇവരെ ഇവിടെങ്ങും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇന്നതൊക്കെ ചോദിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ പുറത്ത് കുറച്ചുകൂടി നിങ്ങൾ നിരീക്ഷണം വയ്ക്കുക, കരുതലെടുക്കുക.
കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. അധ്യാപകർ അവരുടെ ചുമതലകൾ നിറവേറ്റാൻ ശ്രമിക്കുക. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ നാട്ടിൽ സ്വൈര ജീവിതം തകർന്നാൽ നമുക്ക് ഈ നാടിനെക്കുറിച്ച് എന്ത് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും? ഇപ്പം തന്നെ കേരള ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പത്രങ്ങളിൽ അടിച്ചു വന്നു തുടങ്ങി, ഇംഗ്ലീഷ് പത്രങ്ങളിൽ. നമ്മുടെ ഒരു ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കേരളത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് കാണാം. ഞരമ്പ് രോഗികളുടെ നാടാണ് കേരളം. ഏതോ ഒരു മദാമ തിരുവനന്തപുരത്ത് തുടങ്ങാണ്ട് നടന്നപ്പോൾ ഏതോ ഒരുത്തൻ തോണ്ടാരം കണ്ട് ചെന്നു. അതോടെ ആ മദാമ അവിടെ എഴുതിയിട്ടു ഞരമ്പ് രോഗികളാണ് ഈ നാട്ടിലുള്ളതെന്ന്. ഞാൻ ഒരിക്കൽ ഒരു ബന്ധു ദിവസം നമ്മുടെ നാടിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഒരു 4 ചെറുപ്പക്കാർ ഒരു ജൗളിയൊക്കെ കുറച്ചൊരു മദാമയുടെ പിറകെ കൂടിയിട്ടുണ്ട്. കുറച്ച് ജൗളിയേ ഉള്ളൂ. അവരുടെ നാട്ടിലെ സംസ്കാരം അനുസരിച്ച് ഫുൾ ജൗളി അവർ അപ്രീഷിയേറ്റ് ചെയ്തില്ല. അപ്പോൾ അവർ കുറച്ച് തുണിയൊക്കെ ചുറ്റി നടക്കുമായിരുന്നു. അപ്പോൾ ഇവരെന്തൊക്കെയോ ചീത്ത പറയുന്നുണ്ട്. എല്ലാ ഇംഗ്ലീഷും അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലായി. തന്തൊക്കെ വിളിക്കുന്നവർ ബ്ലഡി ഫക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോൾ ഏതോ 2 വാക്ക് എനിക്ക് പണ്ട് ആരിൽ നിന്നോ കേട്ട് വരികയുള്ളതുകൊണ്ട് ഞാൻ ഈ മദാമയോട് പറഞ്ഞു, മദാമ്മ മനസ്സിലായില്ലേ, ഇന്ന് ബന്ധാ എനിക്ക് ഭയങ്കര ന്യൂസൻസ് അവന്മാരെ കൊണ്ടെന്ന് പറഞ്ഞു മദാമ്മ. ഞാൻ പറഞ്ഞു മദാമ്മയോട്, മദാമ്മേ ഇവർ അൺഎംപ്ലോയിഡാണ്. ഞങ്ങളുടെ കേരളത്തിൽ 60 ലക്ഷം ആളുകൾക്ക് തൊഴിലില്ല. അപ്പോൾ ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് വേണ്ടി പുറകെ കൂടിയതല്ല, വേറെ ദേ അൺഎംപ്ലോയിഡ്. ഓക്കെ തന്നെ ഓക്കെ, അൺഎംപ്ലോയിഡ് ആണ്. മദാമ്മ പറഞ്ഞു കുഴപ്പമില്ല വന്നോളാൻ പറഞ്ഞു. മദാമ്മ കാര്യം ആ മദാമ്മ അതുകൊണ്ട് മാത്രം ഞാൻ പിന്നീട് സെർച്ച് ചെയ്തപ്പം മദാമ്മയുടെ പേരൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതാണ്. അവർ കമൻറ്റ് ചെയ്തിട്ടില്ല. മദാമ്മയ്ക്ക് കാര്യം മനസ്സിലായി, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ജനതയെ ആക്ഷേപിക്കാൻ പാടില്ല. കാര്യം ഒരു പണി കണ്ടുപിടിച്ചതാ. എന്നിട്ട് ഞാൻ 4 എണ്ണത്തിന് വിളിച്ചു, എന്തിനാണോ നിൻ്റെയൊക്കെ എന്നിട്ട് ഞാൻ വീട്ടിലിരുന്ന് അങ്ങനെ തുമ്മണ്ടാന്ന് വിചാരിച്ച് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അവൻ നല്ല കായബലമുള്ളമാരാ അടിച്ചു പറ്റിക്കാഞ്ഞത് എൻ്റെ ഭാര്യയുടെ ഭാഗ്യം. അപ്പോൾ ഞാൻ പറയാതെ പോയതും പറയുന്നതും നമ്മുടെ നാട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇവർ പറഞ്ഞു കാണും, പ്രജിൻ സി കണ്ണനും അതുപോലെ നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം കൂടെ പറഞ്ഞു കാണും നിങ്ങൾ കോഴിക്കോട് വരണം എന്നുള്ളത്. കോഴിക്കോട് വരാൻ വിളിക്കുമ്പോൾ എനിക്കറിയാം, അയ്യോ അന്ന് എൻ്റെ ഇളയ മോളെ അയച്ച ആ പെൺകുട്ടിയുടെ അളിയൻ്റെ കല്യാണമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ പറയരുത്. കല്യാണത്തെക്കുറിച്ചെങ്ങാനും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്നൂരിലേക്ക് ഞാൻ ഒരു വരവൂടെ വരും, തിരിച്ചങ്ങ് പോകാൻ വേണ്ടി തന്നെയാണ്. കാര്യം ഇതങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് വലിയൊരു അപകട മുനമ്പിലാണ്. നമ്മൾ പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം. മുൻഗണന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് വലിയൊരു സമ്മർദ്ദം തന്നെ കൊടുക്കണം. ഗവൺമെൻറ് ഇപ്പോൾ സമ്മർദ്ദത്തിൽ തന്നെയാണ്. നമ്മുടെ യാത്ര തുടങ്ങിയതിന് ശേഷം റെയ്ഡുകളുടെ എണ്ണം കൂടി. പല പൊന്നാപുരം കോട്ടയും തകർക്കാൻ പോലീസും എക്സൈസും കയറി ചെല്ലുന്നു. പ്രിൻസിപ്പലിൻ്റെ അനുമതിയില്ലാതെ കോളേജ് ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലുന്നു, റെയ്ഡ് നടത്തുന്നു, കഞ്ചാവ് പിടിക്കുന്നു. അപ്പോൾ കാണുന്നു പിള്ളേരവിടെ കഞ്ചാവ് വലിക്കുന്ന പരിപാടി മാത്രമല്ല, കഞ്ചാവിൻ്റെ വിതരണക്കാർ കൂടിയാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് പഠിക്കാൻ വിട്ടവൻ അവിടെ വാട്സപ്പ് വഴി കഞ്ചാവ് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കുക. ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് എറണാകുളത്ത് കളമശ്ശേരി പോളിടെക്നിക്കിൽ ഉണ്ടായ സംഭവമാണ്. നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടും. വലിയൊരു ജനസാഗരമാവും അവിടെ. അറബിക്കടലിനെ സാക്ഷിയാക്കി നമ്മൾ പറയും, കേരളത്തിൽ രാസലഹരി വിറ്റഴിക്കുന്ന എല്ലാവനും കേരളം വിട്ടുപോകണം. അതല്ലെങ്കിൽ കേരളത്തിലെ തുറുങ്കുകൾ അവനായി തുറക്കപ്പെടണം. എല്ലാ നരാധമന്മാരും നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു നരാധമനും കേരളത്തിൻ്റെ മണ്ണിൽ വേര് പിടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നമ്മൾ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ നമ്മൾ വിളിച്ചു പറയും ഒരേ ശബ്ദത്തിൽ. കോവിഡിനെ നമ്മൾ എങ്ങനെ നേരിട്ടോ, പ്രളയം വന്നപ്പോൾ നമ്മൾ എങ്ങനെ നേരിട്ടോ, അതേ കരുത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് നമ്മളത് പറയും. പണ്ടൊരു മനുഷ്യൻ കാപ്പാട് കടപ്പുറത്ത് കോഴിക്കോട് വന്നു പോയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ആ മനുഷ്യൻ കൂടി നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നിങ്ങളുടെ എല്ലാം കരുത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക. എനിക്കിപ്പോൾ 65 വയസ്സായി. ഐ ആം 65. ഇങ്ങനെ നോട്ടം അങ്ങനെ ആയോ എന്നുള്ളത്. ഇതെല്ലാം പെയിൻ്റാണ്, നിങ്ങൾക്കറിയാം. രാവിലെ പുട്ടിയിട്ട് വെച്ചതാ. അപ്പോൾ ഈ പ്രജിനൊക്കെ ചെറുപ്പമായതുകൊണ്ട് പുട്ടിയിടുന്നത് കുറയ്ക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പുട്ടി കൂടുതലിടുന്നു. അപ്പോൾ ഇത് 65 വയസ്സായ ഒരാളിന് ഈ നാടിന് 5-10 കൊല്ലം കൂടെയൊക്കെ ഒരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാകൂ. എനിക്ക് വേണമെങ്കിൽ വേദനിക്കാതെ ഞാൻ കടന്നു പോകാം. എൻ്റെ പിള്ളേരൊക്കെ അത്യാവശ്യം ഒരു മോളൊക്കെ കല്യാണം കഴിച്ചു, ഒരു മകൻ കല്യാണം കഴിക്കാനായിട്ട് എന്തിനും തയ്യാറായി നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാം പ്രശ്നമില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷേ ഞാൻ ഭയക്കുന്നത് എൻ്റെ അയലത്തൊരുവനുണ്ടാകും എൻ്റെ സ്വൈര ജീവിതം കെടുത്താൻ ഈ 10 കൊല്ലം. അത് കരുതിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം ഞാൻ കാണുന്ന യങ്സ്റ്റേഴ്സൊക്കെ തന്നെ നിങ്ങൾ രംഗത്ത് വരണം. നിങ്ങൾ മോളൊക്കെ തീർച്ചയായിട്ടും വരണം, അതിശക്തമായിട്ട് വരണം, ആഞ്ഞടിക്കണം. നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് വന്നാൽ ഒരു 10 ലക്ഷം പേരൊക്കെ അവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, യവൻ്റെ പൊന്നാപുരം കോട്ട ഇളകും. എന്ന് മാത്രമല്ല യവന്മാർ ഈ പണി നിർത്തും, ആയുധം വെച്ച് കീഴടങ്ങും. കാര്യം ഇഷ്ടം പോലെ ജോലി. ഞാൻ വിചാരിക്കുന്ന ഈ ഇങ്ങനെയുള്ള ആളുകൾക്ക് കുറേ ജോലി ഞാൻ വാങ്ങിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ നാട് രക്ഷപ്പെടട്ടെ. അപ്പം നിങ്ങൾ വരിക, ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നെഞ്ചിൽ തീക്കൊള്ളി കൊണ്ട് ഈ സമയം എഴുതി സൂക്ഷിക്കുക. ഒരു നിർണായകമായ ദിവസമാണിത്. നമുക്ക് ഒരേ ശക്തിയിൽ ഒരേ സ്വരത്തിൽ
ഈ നാട്ടിലെ വൃത്തികെട്ടവന്മാരുടെ വിളിച്ചു പറയാൻ ചില കാര്യങ്ങൾ ബാക്കിയാകുന്നു. അതിനുവേണ്ടി നിങ്ങൾ ക്ഷണിക്കുന്നു. നമുക്ക് ഇനിയും കാണാം. സതീഷ് ബാബു പയ്യന്നൂർ പോലെ കുറേ സുഹൃത്തുക്കൾ എനിക്ക് ഈ നാട്ടിലുണ്ട്. അവരൊക്കെ ഞാൻ വരുന്ന പ്രമാണിച്ച് പുള്ളി സ്ഥലം വിട്ടെന്നാണ് തോന്നുന്നത്. സതീഷ് ബാബു താൻ എവിടെ? ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പയ്യന്നൂർ പറ്റി ഞങ്ങളുടെ പ്രജിൻ്റെ മണ്ണാണ്. പിന്നെ അമ്മ ഇവിടെയുണ്ട്. അമ്മ HM ഒക്കെ ആയിരുന്ന ആളാണ്. ഇപ്പോഴും അമ്മ HM ആണോ? അമ്മ റിട്ടയർ ചെയ്തു. അത് പ്രജിന് പറഞ്ഞിട്ടില്ല അമ്മേ. അതാണ്. അപ്പോൾ എന്തായാലും പ്രജിൻ്റെ നാട്ടിൽ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പ്രജിൻ ഞങ്ങളുടെ അസറ്റാണ്. ഞങ്ങളുടെ ചാനലിൽ ശ്രുതി ശുദ്ധമായി പാടാൻ ഒരു ഗായകനേ ഉള്ളൂ. ഞങ്ങളൊക്കെ പാടാറുണ്ട്. പ്രജിൻ ബോധം കെട്ട് വീഴാറുമുണ്ട്. അപ്പോൾ ഹലോ. അപ്പോൾ എന്തായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇങ്ങനൊരു അവസരം കിട്ടിയതിലും പയ്യന്നൂർ വരാൻ പറ്റിയതിലും വളരെ സന്തോഷം. താങ്ക് യു. പ്രജിൻ. ശ്രീഹരി സാറുണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണ് സാറാണ് നേരിട്ട് ചോദിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ അദ്ദേഹം പറയുന്നില്ലല്ലേ? ഞാൻ ചോദിക്കാം. കുറേ കാലമായി ഒരു സിയുടെ ഒരു കാര്യം ചോദിച്ചിട്ട്. അപ്പോൾ സി എൻ്റെ ഇടപാട് തീർത്ത് വിടും ചിലപ്പോൾ. അപ്പോൾ അതായത് നമ്മൾ പല സ്ഥലത്തും കണ്ടപ്പോൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഞങ്ങളൊരു കടപ്പുറത്ത് പോയി, അവിടെയും സിറ്റുവേഷൻ മോശമാണ്. മാത്രമല്ല നിങ്ങളുടെ പോലീസ് സംഘം വരെ ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങളുടെ തടി കേടാതിരിക്കാൻ വേണ്ടി. കാര്യം അവിടെയൊക്കെ ഏറിയ മോശമാണ്. പക്ഷേ അവിടെ നമ്മൾ കുറച്ചുകൂടെ കടുപ്പിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പയ്യന്നൂരെ അവസ്ഥ? ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ ഇതുപോലെയുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബോധവൽക്കരണം നടത്തി ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരായ തലമുറയാണ് നമ്മുടെ ഈ രാസലഹരിയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളും വിൽപ്പനക്കാരുമായിട്ട് മാറിയിട്ടുള്ളത്. പയ്യന്നൂർ എന്ന് പറയുന്നതും ഈ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു മുനിസിപ്പാലിറ്റിയും 3 പഞ്ചായത്തും ഉണ്ട്. ഇവിടെയും ഇതിൻ്റെ ലഭ്യത നല്ല രീതിയിൽ തന്നെയുണ്ട്. ഇതിൻ്റെ ഉപഭോക്താക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഓരോ ദിവസവും കൂടി വരുന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒന്നുകൂടെ പറയാനുള്ളത്, ഇതുപോലെ തന്നെ പല പുതിയ സംരംഭങ്ങൾ വഴി, പുതിയ പദ്ധതികൾ വഴി കേരള പോലീസും ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ 3 മാസത്തോളമായി ഡി-ഹണ്ട് എന്ന പദ്ധതി പ്രകാരം പരമാവധി ഇതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടവരെയും ഇത് ഉപയോഗിക്കുന്നവരെയും കണ്ടെത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, യോദ്ധാവ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നെറ്റിൽ അടിച്ചാൽ ആ നമ്പർ കിട്ടും. അതിലേക്ക് നിങ്ങൾക്ക് പോലീസിനോട് നേരിട്ട് പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ പുറമേ അറിയുന്നോ പേടിയില്ലാതെ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക്, വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ എവിടെ നിന്നും ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ അത് കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ SHOക്ക് ആ മെസ്സേജ് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളുടെ യാതൊരു ഐഡൻറ്റിറ്റിയും അതിൽ വെളിപ്പെടുത്തുകയില്ല. നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ പേര്, വിവരങ്ങളൊന്നും ആ ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് അറിയില്ല. എന്ത് വിവരമാണോ നിങ്ങൾ കൊടുക്കുന്ന, എന്ത് വിവരമാണോ ആ വിവരം മാത്രമേ അവിടേക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും, ഈ ചാനലും അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും എല്ലാവരും നാട്ടുകാരും ഒക്കെ ചേർന്ന് നമുക്ക് ഇതിനെതിരെ ചെറുക്കാം. അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ പയ്യന്നൂരിലെ കുറച്ച് കൊണ്ടുവരുന്ന വേണ്ടി നിങ്ങളുടെയൊക്കെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് മൈക്ക് കൈമാറും. ഓക്കെ, താങ്ക് യു. നമുക്ക് MLA സംസാരിക്കാൻ പോവുകയാണ്. അതിന് നല്ല തിരക്കുണ്ടെന്ന് എനിക്കറിയാം. TA മധുസൂദൻ MLA. ഞാൻ അതിനിടയ്ക്ക് ഒരു ക്ഷമാപണം. ഞാൻ ഈ പയ്യന്നൂർ വന്നപ്പോൾ എൻ്റെ മനസ്സിലെവിടെയോ, എൻ്റെ തലയിലെവിടെയോ ഈ സതീഷ് ബാബു ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് തന്നെ. കാരണം എനിക്ക് വളരെ അടുപ്പമുള്ള, നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു. വളരെ ചെറുപ്പകാലത്തെ തന്നെ സതീഷ് ബാബു തിരുവനന്തപുരത്ത് വന്നു. നമ്മൾ ഒന്നിച്ച് ഒരുപാട് ജോയിൻ്റായിട്ട് കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സതീഷ് ബാബു ഒറ്റയ്ക്ക് ഒരു സ്റ്റുഡിയോ ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ പല രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സതീഷ് ബാബു മരിച്ചുപോയി എന്നുള്ളൊരു യാഥാർത്ഥ്യം എൻ്റെ തലയിൽ ഇപ്പോഴും റീഡായിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഞാൻ ഇന്ന് മുഴുവൻ ഈ പയ്യന്നൂരിലേക്ക് വരുന്നു എന്ന് ഓർത്തപ്പോഴെല്ലാം സതീഷ് ബാബുവിനെ എവിടെ വെച്ചായിരിക്കും കാണാൻ പറ്റുക ഇന്ന് ഞാനിങ്ങനെ ആലോചിച്ച് വരികയായിരുന്നു. ഇപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ, ഞങ്ങളുടെ BP ആണ്, ഉണ്ണികൃഷ്ണൻ ഓർപ്പിക്കുകയായിരുന്നു സതീഷ് ബാബു മരിച്ചിട്ട് ഇപ്പം 4-5 വർഷമായില്ലേ. അപ്പോഴാണ് ഞാൻ
എൻ്റെ തലയിൽ തന്നെ ഒരു ഇടിയിടിച്ചത്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. കാര്യം സതീഷ് ബാബു മരിച്ചെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം അത്രയും നല്ല സ്മാർട്ടായ ഒരു കഥാകാരനായിരുന്നു സതീഷ് ബാബു. തിരുവിതാംകൂർ ഭാഗത്തൊക്കെ സതീഷ് ബാബു ഇവിടെ നിന്ന് വന്നിട്ട് വളരെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു എഴുത്തുകാരനായിരുന്നു. ചില നല്ല മനുഷ്യർ നേരത്തെ പോകുന്നു. എന്നെ പോലെയുള്ളവന്മാർ ഒരുപാട് താമസിക്കും. കാര്യം നേരത്തെ പോകണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇനി TMS MLA. കൂടുതലൊന്നും പറയുന്നില്ല. പയ്യന്നൂർ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു പട്ടണമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാ നിലയിലും അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ പോരാട്ടത്തിൻ്റെയും സമരത്തിൻ്റെയും എല്ലാം ചരിത്രം ഈ പയ്യന്നൂരിൻ്റെ ചരിത്രമാണ്. സാംസ്കാരികമായിട്ടും വളരെ ഔന്നത്യങ്ങളിലാണ് പയ്യന്നൂർ നിൽക്കുന്നത് എന്ന് ഞങ്ങളൊക്കെ എപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. എല്ലാ മേഖലയിലും, കായിക രംഗത്തും മറ്റെല്ലാ മേഖലയിലും, സാമൂഹ്യ പ്രവർത്തന രംഗത്തും. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും ഇത്തരം അപകടങ്ങൾ വളരെ ആപത്കരമായ നിലയിലുള്ള കാര്യങ്ങളായിട്ട് ചെറിയ മട്ടിലാണെങ്കിലും കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു ഹയർ സെക്കൻഡറി പഠിക്കുന്ന പെൺകുട്ടി രാത്രി 2 മണിക്ക് ശേഷം സ്കൂട്ടർ എടുത്ത് ഇറങ്ങുകയാണ്. നമ്മുടെ നാട്ടിലാണ് ആ സംഭവം എന്ന് പറയാൻ എനിക്ക് ഭയവുമുണ്ട്, നാണക്കേടുമുണ്ട്. പിന്നീടാണ് മനസ്സിലാവുന്നത്, ഒരു പെൺകുട്ടിയുടെ, ഒരു ചെറുപ്പക്കാരിയുടെ വീട്ടിൽ നിന്ന് ചിലത് കണ്ടെത്തിയപ്പോൾ പോലീസ്, CI ഇവിടെയുണ്ട്, പോലീസും എക്സൈസൊക്കെ കണ്ടെത്തിയപ്പോൾ അതിൻ്റെ വേരുകൾ എവിടെയാണ് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇവിടെ ശ്രീധരൻ നായർ പറഞ്ഞതുപോലെ അദ്ദേഹം കടപ്പുറത്തൊക്കെയുള്ള ചില അനുഭവങ്ങൾ പറഞ്ഞില്ലേ. ഞാനൊരു പ്രദേശത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാനല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ വേരുകൾ വളരെ ആഴങ്ങളിലും വളരെ വിസ്തൃതവുമാണ് എന്നറിയുന്നത് അത്തരം ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ആ പ്രദേശങ്ങളിലൊക്കെ നാട് മുഴുവനും വരികയാണ് ഇതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ. കേരളത്തെ മുഴുവനും ഇതിനൊക്കെ എതിരായി പ്രതികരിക്കാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ചാനലിൻ്റെ ഒരു പ്രവർത്തനത്തെ അവരുടെ മുന്നിലിരുത്തി അവരെ ഒന്ന് പുകഴ്ത്തി പറയാനൊന്നുമില്ല ഉദ്ദേശത്തിലല്ല പറയുന്നത്. ഈ മാധ്യമപ്രവർത്തകർക്ക് ഞങ്ങളെയൊക്കെ കടിച്ചു കീറിയിട്ടുള്ള നല്ല അനുഭവങ്ങളും ഓർമ്മകളും അത് അവരുടെ ഉത്തരവാദിത്വമാണ്, അവരുടെ ഒരു ചുമതലയാണ്, അവരുടെ ജീവിതത്തിൻ്റെയും ജോലിയുടെയും ഭാഗമാണ്. നമുക്ക് അതിലൊന്നും പരാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മളത് കാണുക, നമ്മുടെ ശരിയെ മുൻനിർത്തിയിട്ട് മുന്നോട്ടേക്ക് പോവുക. പക്ഷേ ഈ ഒരു കർത്തവ്യം, ഇങ്ങനൊരു മഹായത്നം 24 ചാനൽ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ മലയാളിയുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടയാളമാണ് ഈ ഏറ്റെടുക്കൽ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. അതൊരു ചാനലിൻ്റേതായിട്ടുള്ള ഒരു നാടിൻ്റെ മുഴുവൻ വികാരത്തെയും അതിലേക്ക് സമൂഹത്തെ മുഴുവൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിവോടുകൂടി ഞാൻ ഹാഷ്മിയോട് ചോദിച്ചു, എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? 1 മാസത്തോളമായി കുടുംബത്തെ തന്നെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ഒരു ലഹരിയിലാണ്. അത് ജീവിതത്തെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെല്ലാവരും മനുഷ്യരാവുക എന്ന് പറയുന്ന വലിയൊരു കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ജീവിതത്തിൻ്റെ സൗന്ദര്യങ്ങളെല്ലാം ഇഴുകിച്ചേരുന്ന ഒരു ലഹരിയെ ഈ സമൂഹത്തിൻ്റെ വികാരമാക്കി മാറ്റുന്നതിനുള്ള യാത്രയാണ് 24ൻ്റെ യാത്ര. തികച്ചും സന്തോഷം നൽകുന്നൊരു കൂടിച്ചേരലാണ് ഇവിടെ. ഇത്രയും രാത്രി പയ്യന്നൂർക്കാരൊക്കെ ഇങ്ങനെ, നമ്മുടെ നാട്ടുകാരിങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ കുറേ കാലമായി ഇങ്ങനെ ഇരുന്നിട്ട്, ഇങ്ങനെ ഒന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ കാലത്തെ വീടുകളിലേക്ക് പോകുന്നവരാണ്. പട്ടണത്തിലെ കടകൾ പോലും വളരെ നേരത്തെ അടക്കുന്നൊരു അവസ്ഥയിലേക്ക് പയ്യന്നൂർ ചെന്ന് ചേർന്നിരുന്നു. ഞങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ കടക്കാരോടൊക്കെ പറഞ്ഞു, കുറച്ച് രാത്രി മുഴുവനും വെളിച്ചമുള്ളൊരു ലോകമായിട്ട് നമ്മുടെ നാടിനെ മാറ്റാം. ആ വെളിച്ചമുള്ളൊരു ലോകമായി നാടിനെ മാറ്റുന്നതിനുള്ളൊരു യാത്ര കൂടിയാണ് 24ൻ്റെത്. അവരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു, അവർക്ക് എല്ലാ പിന്തുണയും അറിയിക്കുന്നു. MLAയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. തീർച്ചയായിട്ടും MLAയും ഞാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരേ കാര്യമാണ്, ഈ നാട്ടിൽ സമാധാനം വേണം നമുക്ക്. അപ്പോൾ ഇനി നമുക്കൊരു പാട്ട് കേൾക്കണമെന്നുണ്ട്. നമ്മുടെ പ്രജിനാണെന്ന് സാധാരണ നമ്മുടെ ഈ പരിപാടിയിൽ പാടുക. ഇത്തവണ ആ ഊഴം പ്രജിൻ്റെ അമ്മയ്ക്കാണ്. വനജ ടീച്ചർ ഒരു 2 വരി പാടി നമ്മുടെ ജനങ്ങളെ ഒന്ന് കോൾമേർ കൊള്ളിക്കാൻ നമ്മൾ ക്ഷണിക്കുന്നു. ഇനിയും പയ്യന്നൂരുകാർ ലേറ്റായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ ടീച്ചർക്ക് പറ്റും. വരൂ ടീച്ചർ.
അത് ഈ ചെറുപ്പത്തിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ ഞാൻ ഈ ലൈറ്റ് മ്യൂസിക് ഒക്കെ പങ്കെടുക്കുമ്പോൾ അതൊക്കെ പഠിപ്പിച്ചിരുന്ന അമ്മയായിരുന്നു. അമ്മയാണ് ഗുരു അല്ലേ? അതെ അതെ. അപ്പൊ അമ്മ അങ്ങനെ പൊതുവേദിയിൽ പാടാറില്ല. പാടുന്നില്ല, അത്യാവശ്യം. ഇതൊരു സ്പെഷ്യൽ സാഹചര്യമാണ്. അപ്പോൾ വേദനിക്കുന്ന അമ്മമാരൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സ്വാന്തന ഗീതം പോലെ അമ്മയുടെ ഈ പാട്ട് അമ്മ പാടിക്കൂ. കരുത്തിന് വേണമെങ്കിൽ പ്രാക്ടീസ് ഒന്നുമില്ല. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല. ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ, ഉദ്യാന പാലകൻ വന്നതിനാലോ, ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ, ഉദ്യാന പാലകൻ വന്നതിനാലോ, ആപാദ ചൂടമി രാഗപരാഗം ആകെ തളിർക്കുമി രോമാഞ്ചം, ആപാദ ചൂടുമി രാഗപരാഗം ആകെ തളിർക്കുമി രോമാഞ്ചം. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല. താങ്ക് യു. താങ്ക് യു അമ്മേ, താങ്ക് യു അമ്മേ. ഒരു സെക്കൻഡ്. അമ്മ കുറേ കാലത്തിന് ശേഷമല്ലേ പാടുന്നത്? അതൊന്നും അനുഭവപ്പെട്ടില്ല. മാത്രമല്ല അമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരും ചേർന്നാണ് പാടിയത്. പിന്നെ മകൻ്റെ സാന്നിധ്യത്തിൽ അമ്മ പാടി. ചെറിയ കാര്യമാണോ അമ്മ? അമ്മ ആ ആ ആ അമ്മ അമ്മ ഇത് നമ്മുടെ വലിയ വിലപ്പെട്ട സാധനം അമ്മ അറിയണ്ടേ? ഈ പ്രജിന അവിടുന്ന് ഇറങ്ങുമ്പോഴേ ഞങ്ങളോട് പറഞ്ഞു ഒരു 500 കോടി രൂപ മോഹ വിലയുള്ള ഒരു സാധനം അമ്മയ്ക്ക് കൊടുക്കണമെന്ന്. ഇതിൻ്റെ യഥാർത്ഥ വില 364 രൂപയാണ്. അപ്പോൾ അമ്മ മകനൊന്ന് കൈയടിക്കൂ. മകന് ഓക്കെ താങ്ക് യു. ഓക്കെ അമ്മ. അപ്പോൾ അമ്മ സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങുക. ശരി. ആദരം അർപ്പിക്കാൻ കുറച്ച് പേർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. വന്നേന്നെങ്കിൽ ഓക്കെ. കേരള സീനിയർ സിറ്റിസൺ ഒരുപാട് നേരമായിട്ട് ഒരു കാത്തിരിക്കായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സമയം നമുക്ക് 8:45 അപ്പം നമുക്ക് പെട്ടെന്ന് സീനിയർ സിറ്റിസൺ ഫോറം
ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ക്ലിയർ ചെയ്താലേ ബാക്കിയുള്ളവർക്ക് വരാം. ഒന്ന് എടുക്ക. ഒന്ന് ക്ലിയർ ചെയ്യണേ. ഒന്നതാ ഈ ഇടതുഭാഗത്ത് വന്നാൽ ഇങ്ങനെ പോവാം, ഈ ഭാഗത്തൂടെ പോവാം. കഴിഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കര തിരക്ക് വരും, ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ടീമുണ്ട്. ലയൺസ് ഗവർണറുടെ നാടോടിയാണ്. അതുപോലെ നിങ്ങൾ പോകരുത്, കത്തിരി കണക്കാണെന്ന് നറുക്കെടുപ്പുണ്ട്. ഓരോ ജില്ലയിലും നമുക്കൊരു നറുക്കെടുപ്പുണ്ട്. ഒരു ജില്ലയുടെ സമാപന സമയത്താണ് നറുക്കെടുക്കുക. അതിൽ ബെന്നീസ് റോയൽ ടൂർസ് അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് ഒന്നുമല്ല, ഒരു ക്രൂസ് യാത്രയാണ്. സിംഗപ്പൂരിലേക്കാണ് യാത്ര. അത് ഒരു ജില്ലയിൽ നിന്ന് ഒരു വിജയമാണ് ഉണ്ടാവുക. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഇന്നത്തെ സമാപനം ആയതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് നറുക്കെടുക്കുകയാണ്. അത് ആർക്കാണ് ആ ഭാഗ്യവാൻ, നിങ്ങളൊരാളാണോ എന്ന് അല്പസമയത്തിനങ്ങ് അറിയാം. സിംഗപ്പൂർ യാത്രയാണ്, ബെന്നീസ് ടൂർസ്. അതുപോലെ JC ടീമാണ്, JC കൊക്കാനേശ്വരി ടീം. ഹലോ SK കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റേജിൽ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഈ തിരക്കൊന്നും ഒഴിവാക്കായിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ കുറേ നേരമായിട്ട് കാത്തിരിക്കുന്നതാണേ. സാറേ കുറച്ചൊന്ന് പുറകോട്ട് സാറേ.
അതുപോലെ ആ കൗണ്ടർ ഫയൽ ഇനി ഇതിനകത്ത് ഇടാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇടണേ. നമുക്ക് അടുത്ത നറുക്കെടുപ്പാണ്. നമുക്കൊരു ഒരു ഒരു മ്യൂസിക് പെർഫോമൻസ് കൂടെ ബാക്കിയുണ്ട്. ആരും പോരുത്. സാറേ അല്ല അത് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ കൊടുത്തു. അപ്പൊ ഇനി ആരും കൗണ്ടർ ഫയൽ ഇടാൻ ബാക്കിയില്ലല്ലോ. കിട്ടിയില്ല അത്. അല്ല കുറച്ച് ആൾക്കാരുണ്ട്. ആഷ്മി വെയിറ്റ്. ആഷ്മി വെയിറ്റ്. ആ വന്നിട്ടോട്ടെ. ഇല്ല നമ്മൾ നറുക്കെടുക്കാൻ പോവാണേ. ഇനി ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ഒന്ന് ഇടണേ. നന്നായിട്ടൊന്ന് ഇളക്കിക്കോ. ഒന്നുകൂടെ ഇളക്കിക്കോ ആഷ്മി.
ബെന്നീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് സ്പോൺസർ ചെയ്യുന്ന ക്രൂസ് യാത്രയാണ്. സിംഗപ്പൂരിലേക്കാണ് യാത്ര. 4 ദിവസം യാത്രയാണ്. അപ്പോൾ നമ്മൾ ഓരോ ജില്ലയിലും നറുക്കെടുപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ണൂർ ജില്ലയിലെ നറുക്കെടുപ്പാണ്. നോക്കാം നമുക്ക് ആരാണ്. നിതിലിൻ്റെ നാടാണ്. അതെ നിതിലിൻ്റെ വൈഫുണ്ട് ഇവിടെ അല്ലേ? നിതിലേ വാ. ഖൈറുന്നീസ KV ആണ് ആ ഭാഗ്യവതി. മൊബൈൽ നമ്പർ ഉണ്ട്, നമ്മൾ അതിലേക്ക് വിളിക്കാം. ഖൈറുന്നീസ KV ഇവിടെ ഉണ്ടോ? ഖൈറുന്നീസ KV ആണേ. ഖൈറുന്നീസയാണോ? എവിടെയാ സ്ഥലം നിങ്ങളെ? ഇത് 24 ന്യൂസ് ചാനൽ എന്നാണ് വിളിക്കുന്നത്. എവിടെയാ നിങ്ങളുടെ വീട്? മാട്ടൂലാണ്. അപ്പൊ ഖൈറുന്നീസ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ മാട്ടൂല്. അപ്പൊ അവിടെ എന്തെങ്കിലും എഴുതി ഇട്ടായിരുന്നോ? അവിടെ എന്തെങ്കിലും ഒരു കൗണ്ടർ ഫോയിൽ എഴുതി വെച്ചായിരുന്നോ പേര് നമ്പറൊക്കെ? എന്നാ ഒരു വിശേഷം പറയാനുണ്ട്. പാസ്പോർട്ട് ഉണ്ടോ കയ്യില്? എനിക്ക് പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്തല്ലോ ലക്ഷ്മി. അപ്പൊ ബാഗ് പാക്ക് ചെയ്ത് തന്നോളൂ. ആ നറുക്കെടുപ്പിൽ വിന്നറായത് ഖൈറുന്നീസ KV ആണ്. ബെന്നീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് സ്പോൺസർ ചെയ്യുന്ന ക്രൂസ് യാത്രയ്ക്ക് അല്ലേ ഭാഗ്യം കിട്ടിയത് ഖൈറുന്നീസയ്ക്കാണ്. അപ്പൊ 4 ദിവസത്തെ ട്രിപ്പാണ്. സിംഗപ്പൂരിലേക്കാണ് യാത്ര. അതറിയിക്കും കേട്ടോ. എല്ലാ ജില്ലയിൽ നിന്നുള്ള നറുക്കെടുപ്പ് പൂർത്തിയായിട്ടാണത്. ഏത് ഡേറ്റ് ആണെന്നൊക്കെ പറയാ. ഇനിയിപ്പോൾ കാസർഗോഡ് ജില്ലയോട് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ ഡേറ്റ് ഒക്കെ അറിയിക്കാം. അപ്പോ സന്തോഷമായല്ലോ അല്ലേ? ഓക്കെ, അത് വേറെ ഒരാൾ കൂടെ കൊടുക്കാം ഫോൺ. ഖൈറുന്നീസ, ഈ അടഞ്ഞ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. എങ്കിൽ സിംഗപ്പൂരിലേക്ക് പോകാൻ തയ്യാറാണ്. പാസ്പോർട്ടിന് എന്താ പറ്റുന്ന പറഞ്ഞ് എറുമ്പരിച്ചോ? ഡേറ്റ് കഴിഞ്ഞു. നന്നായി. ഡേറ്റ് കഴിഞ്ഞ് പാസ്പോർട്ട് വേണ്ടി ജീവിക്കാൻ പാടുണ്ടോ? അപ്പൊ നാളെ തന്നെ അത് ഡേറ്റ് ലെവലാക്കി കഴിഞ്ഞാൽ. ആണോ? ഓക്കെ. 1 ലക്ഷം രൂപയുടെ ഒരു ടൂറാ, കളയരുത് കേട്ടോ. അപ്പൊ ഇന്ന് രാത്രി ആ സിംഗപ്പൂരിൽ സ്വപ്നം കണ്ട് ഉറങ്ങുക. താങ്ക് യു. ഓക്കെ, ശരി. താങ്ക് യു. ഗുഡ് നൈറ്റ്. പ്രിയപ്പെട്ട പയ്യന്നൂരെ താങ്ക്സ്. ഇനിയിപ്പോൾ ദേശീയഗാനത്തിൻ്റെ സമയമാണ്. നാഷണൽ ആന്തം. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे